والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സൂറത്തുൽ വാഖിയ. ആദ്യമായി സൂറത്തുൽ വാഖിയ വിശദീകരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് 10 ദിവസമാണ് സൂറത്തുൽ വാഖിയയെ നാം നോക്കിക്കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസ്സാ വകുൻതും അസ്വാജൻ സലാസാ ഇദാ വഖഅത്തിൽ വാഖിയ. സംഭവിക്കേണ്ടതു സംഭവിച്ചു കഴിഞ്ഞാൽ, ഇദാ വഖഅത്തിൽ വാഖിയ സംഭവിക്കേണ്ടതു നടന്നു കഴിഞ്ഞാൽ, ലൈസ ലിവഖഅതിഹാ കാദിബ ആ മഹാസംഭവം നടക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരൊറ്റ മെമ്പർ പോലും ഭൂലോകത്തുണ്ടാവില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിയ. ചില ജനങ്ങളെ താഴ്ത്തിക്കളയുകയും ചില ജനങ്ങളെ സ്റ്റെപ്പായി പൊക്കിക്കളയുകയും ചെയ്യുന്ന മഹാസംഭവമാണത്. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ അഥവാ ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ പർവ്വതങ്ങൾ ഇടിപൊടിയാക്കി കഴിഞ്ഞാൽ, ഫകാനത് ഹബാഅം മുൻബസ്സാ അനന്തരം ഉടനെ തന്നെ ആ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ഡൂളികളായി മാറിയാൽ ലോകം അവിടെ അവസാനിക്കുകയായി. ഇതാണ് സർവ്വലോകനാശത്തിൻ്റെ ചിത്രം. ലോകം അവസാനിച്ചാൽ മറ്റൊരു ലോകമുണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ ലോകം അവസാനിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു ലോകമുണ്ടാകും. ആ ലോകത്ത് വകുൻതും അസ്വാജൻ സലാസ നിങ്ങൾ 3 വിഭാഗമായിരിക്കും, 3 ഗ്രൂപ്പായിരിക്കും നിങ്ങളവിടെ. ആ 3 ഗ്രൂപ്പുകൾ ആരൊക്കെ? അങ്ങനെയാണ്, അതാണ് ഇൻഷാ അല്ലാഹ് നാളത്തെ ചർച്ച. അപ്പം ഇന്ന് ആ തുടക്കത്തിൽ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ വാഖിയ ചർച്ച ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ആമുഖമായി ഉണർത്താനുണ്ട്. അത് ഉണർത്താതെ നമുക്ക് പോകാൻ വയ്യല്ലോ. അതിനു മുമ്പ് പിന്നിൽ വരുന്നവർക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഉള്ളവരൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ സൗകര്യമാണ്. ഒരനക്കം മുന്നോട്ട് എല്ലാവരും ഇരുന്ന് കൊടുക്കുക. ചർച്ചയാണ് എന്നല്ല, ആരെയും ത്രസിപ്പിക്കുന്ന ചർച്ചയാണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയയെക്കുറിച്ച് ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും നമ്മളിതിങ്ങനെ പഠിക്കുമ്പോൾ, ഓരോ ദിവസവും ഒരു 2, 3, 4 ആയത്ത് ഇവിടെ ഓതി വിശദീകരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. അന്ന് തന്നെ ആ ആയത്തുകളൊന്ന് ഹൃദ്യസ്ഥമാക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദിവസവും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യം വരില്ലെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലുമില്ല സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ദാരിദ്ര്യത്തെ പേടിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അന്നം മുട്ടുമോ എന്നുള്ള പേടിയാണ്. ഉസ്താദേ, ഈ ഉള്ള റാഹത്തും സന്തോഷമൊക്കെ പോകൂല. നല്ല ഒരു മരുന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തരുന്നു, ദിവസവും സൂറത്തുൽ വാഖിയ ഓതിയാൽ മതി. അതിൻ്റെ ആശയതലങ്ങളും കൂടെ നമുക്ക് ഈ 10 ദിവസം കൊണ്ടങ്ങ് ഉൾക്കൊള്ളാനായാൽ അത് ഓതുമ്പോൾ നല്ലൊരു ആനന്ദം ഉണ്ടാവും, ഒരു വല്ലാത്ത സുഖം ഉണ്ടാകും അത് ഓതുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം. എല്ലാവരും ഇന്ന് മുതൽ സൂറത്തുൽ വാഖിയ നിത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങണം. രാത്രി സമയത്ത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലായാൽ കൂടുതൽ നന്നായി. ആ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഹായിബാകില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഒരിക്കലും തടയപ്പെടില്ല. അത് എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഒരു 10 ദിവസം നിങ്ങൾ ഓതുമ്പോഴേക്ക്, ഖുർആൻ നോക്കി ഓതുമ്പോഴേക്ക് അത് മനപ്പാടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തുടരാം. ഇവിടെ ബഹുമാനപ്പെട്ട ഹാഫിള് ഓതിയപ്പം കുറേ ആളുകൾ സദസ്സിൽ നിന്ന് ഓതുന്നുണ്ട്. കാരണം അവരൊക്കെ നേരത്തെ സൂറത്തുൽ വാഖിയ സ്ഥിരമായി ഓതി പരിചയമുള്ളവരായിരിക്കും.
ഈ ഒരു വലിയ പ്രതിഫലം ആഗ്രഹിച്ച് ഓതുന്നവരായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പറയുന്നു, നിർബന്ധമായും സൂറത്തുൽ വാഖിയ എല്ലാവരും ഓതിയിരിക്കണം. എന്തേ കാരണം? ഒരു ചെറിയ സംഭവം പറഞ്ഞ് നമുക്ക് വിശദീകരണത്തിലേക്ക് അങ്ങ് കിടക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ കടന്നു വരുന്നു. ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? ഇന്നലെ നമ്മൾ പ്രതിപാദിച്ചു, ഇന്നിനി ഇവിടെ പറയേണ്ടതില്ല. ആ ചെറിയ വലിയ മനുഷ്യൻ, ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നീളമുള്ള ഒരാൾ ഇരുന്നാലുള്ള വലുപ്പാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എഴുന്നേറ്റ് നിന്നാലുള്ളത് എന്ന് മുല്ലാരിയുൽ ഖാരി രേഖപ്പെടുത്തിയത് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പൊ ആ ചെറിയ വലിയ മനുഷ്യൻ ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട്, ഇൽമു കൊണ്ട്, എല്ലാം മനക്കരുത്ത് കൊണ്ട് എല്ലാം വലിയ ആളാണ്. കാണാൻ കുറച്ച് ചെറുപ്പാണ്. അപ്പൊ ആ ചെറിയ വലിയ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരുന്നു. ദഖല അല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫീ മറളി മൗതിഹി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശയ്യാവലംബിയായി കഴിയുന്ന, രോഗശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കയറി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, മാ തഷ്തകി, മാ തഷ്തകി, നിങ്ങൾക്ക് വല്ല ശിക്കായത്തും പറയാനുണ്ടോ, വല്ല സങ്കടവും പറയാനുണ്ടെങ്കിൽ പറയാം. ചോദിക്കുന്നത് ആരാ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ, അവിടെ വെച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് ചോദിക്കുമ്പോ എന്തായാലും പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് എന്തു സങ്കടം പറഞ്ഞാലും അത് നിവൃത്തിയാക്കാൻ കഴിവുള്ള ഒരു മഹാനാ ചോദിക്കുന്നത്. എന്തെങ്കിലും സങ്കടം പറയാനുണ്ടോ? നമ്മളോട് ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ, അതും പ്രതീക്ഷയുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സങ്കടം പറയാനുണ്ടാവും? 100 കൂട്ടം സങ്കടം പറയാനുണ്ടാകും. തുടങ്ങി വെച്ച പുരപ്പണി തീരാത്തത്, മകളെ കെട്ടിച്ച കടം വീടാത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ട് 100 കൂട്ടം സങ്കടങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. അവിടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ? എന്തേ നിങ്ങൾ ചോദിച്ചത്? മരണം മുഖാമുഖം കണ്ട് കിടക്കുന്ന എനിക്ക് വല്ല സങ്കടവും പറയാനുണ്ടോ? നിങ്ങൾക്ക് നിവൃത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ, എനിക്ക് സാധിപ്പിച്ചു തരാൻ, എനിക്ക് പരിഹരിച്ചു തരാൻ കഴിയുമെങ്കിൽ, ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കൊരു സങ്കടമുണ്ട്. അഷ്തകീ ദുനൂബി, എനിക്കൊരേ ഒരു സങ്കടമേ ഉള്ളൂ. പാവപ്പെട്ട അബ്ദുള്ള ഇന്നുവരെ ചെയ്തു കൂട്ടിയ ഈ മഹാപാപങ്ങളുമായി റബ്ബിനെ എങ്ങനെ കണ്ടുമുട്ടും? എൻ്റെ പാപങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് ആ പാപങ്ങളെക്കുറിച്ചുള്ള സങ്കടമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ പറഞ്ഞത്. പ്രതീക്ഷിച്ചിരുന്നത് അതായിരുന്നില്ല. സാമ്പത്തികമായി വല്ല വിഷമമുണ്ടെങ്കിൽ ഞാൻ സാധിപ്പിച്ചു തരാം എന്നുള്ള, പരിഹരിച്ചു തരാം എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. എൻ്റെ പാപങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരൊറ്റ സങ്കടമേ എനിക്കുള്ളൂ. എന്നാ ശരി, ബഹുമാനപ്പെട്ട ഒരു ശൈലി അങ്ങ് മാറ്റി. അത് തൽക്കാലം എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഫഖാല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ചോദിച്ചു, ശൈലി ഒന്ന് മാറ്റി. നേരത്തെ ചോദിച്ചത് മാ തഷ്തകി, നിങ്ങൾക്ക് വല്ല ശിക്കായത്തും പറയാനുണ്ടോ, സങ്കടം പറയാനുണ്ടോ, അവലാതി പറയാനുണ്ടോ എന്നാ. അവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് മാ തഷ്തഹി, മാ തഷ്തഹി, നിങ്ങൾക്ക് വല്ല, മരിക്കാൻ കിടക്കുകയാണല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് വല്ല ഉത്കടമായ മോഹവും അന്ത്യാഭിലാഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. വല്ല താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. എന്തു പറഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാനത് സാധിപ്പിച്ചു തരും. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഉണ്ട് പ്രിയപ്പെട്ട ഉസ്മാൻ, എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മരണം മുഖാമുഖം കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. റഹ്മത റബ്ബി, ഒരേ ഒരാഗ്രഹം, ഞാൻ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു. എൻ്റെ റബ്ബ് ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്നാൽ അത് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ്. റഹ്മത്തിൻ്റെ 10 നമുക്ക് കഴിഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാർ. ബഹുമാനപ്പെട്ടവരിതാ മരണസമയത്ത് അല്ലാഹുവിൻ്റെ റഹ്മത്ത്, ആ റഹ്മത്ത് ആശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ കൊള്ളാം, വേറെ ഒരു താല്പര്യവും എനിക്കില്ല. എല്ലാം
വിചാരിച്ചതുപോലെയല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ആൻസർ വരുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ശൈലി മാറ്റി. വ്യക്തമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുന്നു, കുറെ ദിവസമായല്ലോ രോഗമായി കിടക്കുന്നു. ഖാല അഫലാ തദ്ഉ തബീബ്, അഫലാ തദ്ഉ തബീബ്, ഡോക്ടറെ ഒന്നും വിളിക്കുന്നില്ലേ? അല്ല, ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് ചികിത്സിപ്പിച്ചോ, ഡോക്ടറെ കാണിച്ചോ, ഡോക്ടറെ വിളിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നോക്കുക. ഫഖാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അത്തബീബു ഖദ് അംറദനി, അത്തബീബു ഖദ് അംറദനി, ഡോക്ടറെ വിളിക്കേ, ഡോക്ടറാണല്ലോ എന്നെ രോഗിയാക്കിയത്, എന്നെ രോഗിയാക്കിയത് ഡോക്ടറാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഷാഫി, ഷിഫ നൽകുന്നത് അല്ലാഹുവാണ്, രോഗത്തിന്റെ ശമനം നൽകുന്ന ഡോക്ടർ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ആ അല്ലാഹുവാണ് എന്നെ രോഗിയാക്കിയത്. ഇനി ഞാൻ ആരോട് സങ്കടം പറയാനാ? പടച്ച റബ്ബ് ഡോക്ടർ എന്നെ രോഗിയാക്കിയത്, ഡോക്ടർ എന്താ കണ്ടതെങ്കിൽ കൂട്ടട്ടെ. നോക്ക് നിങ്ങൾ, ഇതിന്റെ അർത്ഥം ചികിത്സിക്കാൻ പാടില്ല എന്നല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ തവക്കുലിന്റെ കടുപ്പമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിലും ചികിത്സ എന്ന് പറഞ്ഞത് കേവലം കാരണങ്ങളല്ലേ, കാരണങ്ങളുമായി ബന്ധപ്പെടലല്ലേ. യഥാർത്ഥ ഷാഫി അല്ലാഹുവാണ്, അല്ലാഹുവാണ്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയാകുമ്പോൾ എന്നെ സുഖപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനല്ലാതെ ആർക്കും ഷിഫയാക്കാൻ കഴിയില്ല. ഈ ആശയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു, പടച്ചോനെ, നീ പറയുന്നു നീയാണ് സുഖപ്പെടുത്തുന്നത്, എന്തേ മൂസ, നിനക്ക് വിശ്വാസമല്ലേ? തീർച്ചയായിട്ടും ഉണ്ട് പടച്ചോനെ, നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്, നീ തന്നെയാ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, രോഗം തരുന്നവൻ, രോഗം സുഖപ്പെടുത്തുന്നവൻ, എല്ലാം ഞാൻ വിശ്വസിക്കുന്നു പടച്ചോനെ. പക്ഷേ ഒരു ചെറിയൊരു സംശയം ചോദിക്കാനാ. ഫമാദാ സുൻഉൽ അത്തിബാ, ഫമാദാ സുൻഉൽ അത്തിബാ, പിന്നെ ഡോക്ടർമാരുടെ പണി എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചാൽ, പിന്നെന്തിനാ ഈ ഡോക്ടർമാർ, പിന്നെന്തിനാ ഇവരെ കൊണ്ട് ചികിത്സിക്കാൻ നീ പറഞ്ഞത്? ഇസ്ലാമിൽ പെട്ടതാണല്ലോ ചികിത്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ, നിങ്ങൾ ചികിത്സിച്ചോ, തദാവൂ, ചികിത്സിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ ചികിത്സ? ഉടനെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഡോക്ടർമാരെ പണി എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു തരാം. ഡോക്ടർമാരെ പണി എന്താണെന്ന് അറിയാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഞാൻ പറഞ്ഞു തരാ. ഫഇന്നഹും യഅകുലൂന അത്അമ അലൽ ഹലാൽ, അതാണ് സംഭവം. അവർക്ക് ഹലാലായ മാർഗത്തിൽ ഓല അരി ഒപ്പിക്കാൻ ഒരു മാർഗമോ അത്രേ അതുള്ളൂ. സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ്. ഓൽക്കും വേണ്ടേ ഭക്ഷണം കഴിക്കുക, അതിന് ഹലാലായൊരു മാർഗം വേണ്ടേ, അതാണ് ചികിത്സ. സംഗതി രോഗം സുഖപ്പെടുത്തുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ അർത്ഥത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഡോക്ടർ ആണല്ലോ എന്നെ രോഗിയാക്കിയത്, പിന്നെ ഞാനെന്ത് സങ്കടം പറയാനാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും തുടർന്നു. കാരണം ഈ ചോദിക്കുന്നതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, അലാ നഉമുറു ബിഅതാഇക ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, നിങ്ങൾക്ക് എൻ്റെ വകയായി എന്തെങ്കിലും ദാനം തരാൻ ഞാൻ എൻ്റെ ആളുകളോട് പറയട്ടെ. അപ്പം അതോടുകൂടെ വിഷയം പിന്നെ പച്ചയായിട്ട് ചോദിച്ചെങ്കിലേ സംഗതി കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. എങ്ങനെ ചോദിച്ചാലും സംഗതി വളഞ്ഞാ പോകുന്നത്. അപ്പോൾ ഇനി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ താല്പര്യം ഉസ്മാൻ റളിയല്ലാഹുവിന് വ്യക്തമായി ചോദിക്കാൻ, എനിക്ക് നിങ്ങളെ ഈ മരിക്കാൻ കാലത്തൊന്ന് സഹായിക്കണം എന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് എൻ്റെ ആളുകളോട് പറഞ്ഞിട്ട് എൻ്റെ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് അനുവദിപ്പിക്കട്ടെ, ഇങ്ങോട്ട് പാസ്സാക്കിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, ലാ ഹാജത ലീ ഫീ, മരണം മുഖാമുഖം കണ്ടു കിടക്കുന്ന എനിക്ക് ഇനി നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമല്ല. എന്തിനാ എനിക്ക് സ്വത്ത്? ഞാൻ മരിക്കുന്ന എനിക്ക് സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒന്നും കൂടെ ശൈലി മാറ്റി, നദ്ഫഉഹു ഇലാ ബനാതിക്, നിങ്ങൾക്ക് വേണ്ട ശരിയാണ്, പക്ഷേ കുറേ പെൺകുട്ടികളാണല്ലോ ഉള്ളത്. ഈ ഒന്നുമില്ല, ജീവിക്കാനൊരു ആസ്തി നിങ്ങളെ കയ്യിലില്ലല്ലോ. ആ കുട്ടികളെയൊക്കെ ഫക്കീറാക്കി പോകുമ്പോൾ, ആ കുട്ടികളെയൊക്കെ ദരിദ്രരാക്കി പോകുന്ന സമയത്ത് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പം അതിന് അവർക്ക് എന്നൊന്നും ജീവിക്കാൻ പറ്റുന്ന സ്ഥായിയായ ഒരു വരുമാന മാർഗം ഞാൻ ഉണ്ടാക്കിയിടട്ടെ എന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിടട്ടെ. നമ്മളാണെങ്കിൽ എന്ത് പറയൂ? അതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആദ്യം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഈ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആകെ ബേജാറാകുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് വേറെ എന്തെല്ലാമോ ഉത്തരം പറയാമെങ്കിലും നമ്മളുടെ നാക്കിൽ ആദ്യം വരുന്ന ഉത്തരം അതായിരിക്കും. ഇങ്ങനെ ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെയും പറയുന്നില്ല,
എൻ്റെ പെൺമക്കൾക്ക് അതിന് ആവശ്യമില്ല. എൻ്റെ പെൺമക്കൾക്ക് എന്തിനാണ് ആ സ്വത്ത്? നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ആവശ്യമൊന്നും എൻ്റെ പെൺമക്കൾക്കില്ല. സുബ്ഹാനല്ലാഹ്. അത് കേട്ടപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അത്ര പറ്റിയില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം, കാരണം നിങ്ങൾ ഇന്ന് മരിക്കുക, നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം, പക്ഷേ നിങ്ങളെ പെൺമക്കൾ ഇഞ്ഞും ഇവിടെ ജീവിക്കേണ്ടവരല്ലേ? ആ പെൺകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? കാറ്റടിക്കാൻ പറ്റൂലല്ലോ, ഭക്ഷണം കഴിക്കണ്ടേ? ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും വകുപ്പ് വേണ്ട, അവർക്ക് വേണ്ടാന്ന് നിങ്ങൾ എങ്ങനെയാ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്? അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞത്. അതാണ് നാം ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു പേടിയുമില്ല. കാരണം എന്താ അറിയോ? ഫഇന്നീ ഖദ് അമർതുഹുന്ന അൻ യഖറഅന സൂറത്തൽ വാഖിഅതി കുല്ല ലൈല ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ ഖറഅ സൂറത്തൽ വാഖിഅതി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം എൻ്റെ മക്കളുടെ അന്നം മുട്ടൂല, അവർക്ക് ദാരിദ്ര്യം വരൂല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ അവരെ മരിക്കുന്നത് വരെ ഞാൻ എൻ്റെ വീട്ടിൽ സൂറത്തുൽ വാഖിയ ഓതിയിട്ടുണ്ട്. വാഖിയ എന്ന അധ്യായം ഓതാൻ ഞാൻ എൻ്റെ മക്കളെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മരിക്കോളൂ അവരെ കൊണ്ട് അത് ഓദിച്ചിട്ടുണ്ട്, എൻ്റെ കാലശേഷം അവരത് ഓതും. അവരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിയ എന്നും ഓതണട്ടോ. ഞാൻ എൻ്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, എൻ്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഖറഅ സൂറത്തുൽ വാഖിയതി ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലും സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവൻ ആരുണ്ടോ, ലം തുസിബുഹു ഫാഖത്തുൻ അബദാ, ഇല്ല അയാൾക്കൊരിക്കലും അന്നം മുട്ടുകയില്ല, ദാരിദ്ര്യം അയാളെ ബാധിക്കുകയില്ല. ഇതെന്റെ ഹബീബ് എനിക്ക് തന്ന ഓഫറല്ലേ, ഞാൻ എന്തിനു പേടിക്കണം? എൻ്റെ ഹബീബ് ഇത്ര നല്ല ഒരു മെഗാ ഓഫർ എനിക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെൺകുട്ടികൾക്ക് അത് ഓതിയാ പോരെ? അതങ്ങനെ കിട്ടിക്കൊള്ളും. ഈമാനിൻ്റെ കടുപ്പാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് ഒരൊറ്റ ദിവസവും അതാ മറന്നു പോകരുത്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറുൽ മദാരിക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് മുതൽ സൂറത്തുൽ വാഖിയ പാരായണം തുടങ്ങണം. ഞാനിത് കോഴിക്കോടും അതുപോലെ തന്നെ നമ്മുടെ കോട്ടക്കൽ മസ്ജിദ് സഹാബയിലൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുപാട് കൂട്ടുകാരൻ അത് പാരായണം ആരംഭിച്ചു എന്നല്ല, അതിൻ്റെതായ ഗുണങ്ങൾ അവർ കാണാനും തുടങ്ങി. അവർ ഒരുപാട് ആളുകൾ പറഞ്ഞു, വല്ലാത്തൊരു സൂറത്തുൽ ഗിന, സമൃദ്ധിയുടെ അധ്യായം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഇതിന് പേരിട്ടത് വെറുതെ അല്ല. സമൃദ്ധിയുടെ അധ്യായം എന്നൊരു പേരുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ എന്ത് പറയുന്നില്ല, ഇടയ്ക്ക് കയറി അത്തരം ഫളീലത്തുകളും കൂടെ പറഞ്ഞ് നമുക്ക് പോകാം. നമുക്ക് ഇന്നത്തെ ലോകാവസാനം എന്ന വിഷയം ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കണം. സൂറത്തുൽ വാഖിയയിലെ ആദ്യത്തെ 2-3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കണം. അതിലേക്ക് ഇൻഷാ അല്ലാഹ് വരാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പൊന്ന് ഉണർത്തി എന്ന് മാത്രം ഒറ്റ ദിവസവും വിട്ടുപോകരുത്. ഇവിടെ കേൾക്കുന്ന ഓരോ കാര്യവും ദിവസം പ്രാവർത്തികമാക്കാൻ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പൊ ആദ്യം സൂറത്തുൽ വാഖിയ അല്ലാഹു തുടങ്ങുന്നത് ഇദാ വഖഅത്തിൽ വാഖിയ, സംഭവിക്കേണ്ടതു സംഭവിച്ചു കഴിഞ്ഞാൽ. എന്തേ അങ്ങനെ പറയാൻ കാരണം? കണ്ടോ നിങ്ങൾ, ആ ഒരൊറ്റ പ്രയോഗത്തിൽ തന്നെ സംഗതിയുടെ കടുപ്പം മനസ്സിലാകുന്നുണ്ട്. ആര് സംഭവിക്കില്ലെന്ന് കരുതിയാലും ആര് സംഭവിക്കരുതെന്ന് കരുതിയാലും സംഗതി നടക്കേണ്ടത് അതിൻ്റെ സെക്കൻഡിൽ നടന്നുകൊള്ളും. അവിടെയാണ് വിഷയത്തിൻ്റെ കടുപ്പോ. ലോകാവസാനം എന്നതൊരു ഉട്ടോപ്യയായി കാണുന്നവരുണ്ട്, അത് നടക്കാനുള്ളതല്ല, കേവലം ഒരു സാങ്കല്പിക കഥയായി കാണുന്നവരുണ്ട്. എന്നാൽ അതൊരു ഉട്ടോപ്യയല്ല, നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കാനുള്ള കഥയാ. അപ്പോ നിരീശ്വരവാദികൾ നടക്കില്ലെന്ന് പറയും, യുക്തിവാദികൾ നടക്കില്ലെന്ന് കരുതും. അപ്പൊ ആര് നടക്കില്ലെന്ന് കരുതിയാലും ആര് നടക്കരുതെന്ന് കരുതിയാലും ആസികളായ മോമിനീങ്ങളുടെ അവസ്ഥയാണത്. മഹാന്മാർ വിശദീകരിക്കുന്നു, തെറ്റു ചെയ്യുന്ന മോമിനീങ്ങൾക്ക് ഇതുണ്ടാകും എന്നൊരു ചെറിയ ധാരണയുണ്ട്, പക്ഷേ അത് നടക്കരുതേ എന്നവർക്ക് ആഗ്രഹമുണ്ട്. കാരണം നടന്നു കഴിഞ്ഞാൽ എൻ്റെ കഥ കട്ടപ്പുകയാണ്. ഇതറിയുന്നത് കൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഭയമുണ്ട്. അവർക്ക് ആ കാര്യത്തിൽ അവർക്ക് ബേജാറുണ്ട്. അതുകൊണ്ട് ആര് നടക്കില്ലെന്ന് കരുതിയാലും ആര് നടക്കരുതെന്ന് കരുതിയാലും നടക്കേണ്ടതു നടന്നു കഴിഞ്ഞാൽ. വാഖിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ പേരാ, സംഭവിക്കേണ്ട മഹാസംഭവം. ആ സംഭവിക്കേണ്ട മഹാസംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ തന്നെ സംഗതി നടക്കുമെന്നായി.
ഖിയാമത്ത് നാളിനെ ഈ പരിചയപ്പെടുത്തിയ പേര് ഖിയാമത്ത് നാൾ നടക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹാഖയുടെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഹാഖ 15-ാം വചനം, ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിയ, അന്നു നടക്കേണ്ടത് നടക്കും കേട്ടോ. ഫയൗമൈദിൻ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ, ഇല്ല, ആ സംഭവം നടക്കുമ്പോൾ അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ നഫ്സും ഉണ്ടായിരിക്കില്ല. ലൈസ ലിവഖഅതിഹാ, അത് നടക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല. ലൈസ ലിവഖഅതിഹാ ഐ വഖ്ത വഖഅതിഹാ, അത് നടക്കുമ്പോൾ ഉണ്ടാവില്ല, അത് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടാവില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, അവരുടെ ആ സംഭവത്തെ കളവാക്കുന്ന ഏതെങ്കിലും ഒരു ശരീരം, ഏതെങ്കിലും ഒരു മെമ്പർ ഉണ്ടാകുമോ? അവിടെ ഇല്ല. തീർച്ചയാണ് യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായിരിക്കും, പക്ഷേ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ അയാൾ പറയും നമുക്കൊക്കെ തെറ്റുപറ്റിയടാ. ഉറപ്പാണ്. ഇവിടെ ഒരുപക്ഷെ ഏത് ചെയ്തിട്ടുണ്ടായിരിക്കാം? യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ പക്ഷത്തു നിന്ന് മുവഹിദീങ്ങളോട്, ഏകദൈവ വിശ്വാസികളോട് ഒരുപക്ഷെ വാഗ്വാദം നടത്തിയവനായിരിക്കാം. വാദപ്രതിവാദം നടത്തി ഏകദൈവ വിശ്വാസികളെ മലർത്തിയടിച്ചു എന്ന് വാദമുള്ളവനായിരിക്കാം ഒരുപക്ഷെ. സംഗതി സാധിച്ചേക്കാം. അവന്റെ വാചക കസർത്ത് കൊണ്ടൊരു പക്ഷേ മുഅ്മിനീങ്ങളെ പരാജയപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം സത്യമാണ്, എത്ര ഞെളിഞ്ഞാലും ഈ സംഭവം നടക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഇവിടെ ഉണ്ടാവില്ല. ഇന്നൊരു പക്ഷേ കലാനാഥൻ സാറ് സംവാദങ്ങൾ നടത്തി വിജയിക്കുന്നുണ്ടാകാം, വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടാകാം. പക്ഷേ കലാനാഥൻ സാറിന് ഹയാത്തുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഘട്ടം വരുമ്പോൾ അദ്ദേഹവും സമ്മതിക്കും, മക്കളെ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് വെറുതെ ഓലപ്പാമ്പായിരുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കും. ഖുർആനിനെ വിമർശിക്കുന്നവരൊക്കെ സമ്മതിക്കും. യുക്തിവാദികളും അതേ രൂപത്തിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞാൽ അന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. ലൈസ ലിവഖഅതിഹാ കാദിബ, തീർച്ചയായിട്ടും അതാ അത് നടക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാന പ്രകാരം രണ്ടു വ്യാഖ്യാനവും ശരിയാണ്. അത് നടക്കുന്നതിനെ കളവാക്കുന്ന ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖിയാമ അങ്ങ് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് മസിൽ പിടിക്കാൻ, ആഹാ നീ അങ്ങനെ ഉണ്ടാക്കേ, ഞാൻ അതിന് അനുവദിക്കൂലെന്ന് പറയാൻ ഭൂലോകത്തൊരൊറ്റ കുട്ടിക്കും കഴിയില്ല. അതിനെ കളവാക്കാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞാൽ അത് വേണ്ടാതെ വെക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഇസ്തജീബൂ ലിറബ്ബികും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ തട്ടിക്കളയാൻ കഴിയാത്ത, അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ കഴിയാത്ത ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം വരുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബിന്റെ പ്രബോധനം ഉൾക്കൊണ്ടോ, അള്ളാഹു വിളിക്കുന്നിടത്തേക്ക് അള്ളാഹു തആല വിളിക്കുന്നിടത്തേക്ക് ചെന്നോ, അള്ളാഹുവും റസൂലും വിളിക്കുന്ന ആ സത്യത്തിലേക്ക് നീ ഉത്തരം ചെയ്യണം. എപ്പോഴോ നീ ആ സത്യത്തെ പുൽകാൻ തയ്യാറാവണം. മനുഷ്യരോടായിട്ട് അള്ളാഹു തആല സൂറത്തു ശൂറയുടെ 47-ാം വചനത്തിൽ പറഞ്ഞു. അപ്പൊ ആർക്കും തട്ടിക്കളയാൻ കഴിയാത്ത ഒരു സംഗതിയാണത്. അന്ന് ഒരൊറ്റ കുട്ടിക്കും അത് വേണ്ടാന്ന് വെക്കാൻ തൽക്കാലം സാധ്യമല്ല. അള്ളാഹുവിന്റെ വാക്ക് സത്യമാണ്, സ്ഥിരപ്പെട്ട വചനമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ അത് കൃത്യസമയത്ത് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. വയൗമ യഖൂലു കുൻ ഫയകൂൻ ഖൗലുഹുൽ ഹഖ് വലഹുൽ മുൽക്ക് യൗമ യുൻഫഖു ഫിസ്സൂരി ആലിമുൽ ഗൈബി വശ്ശഹാദ വഹുവൽ ഹകീമുൽ ഖബീർ. തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇതിനൊന്നും ഒരു പ്രയാസമില്ല. ഉണ്ടാവൂ എന്ന് പറയുമ്പോഴേക്ക് അതുണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവൂ എന്ന് പറയേണ്ട ആവശ്യവുമില്ല. അള്ളാഹുവിന്റെ ഇറാദത്ത് അല്ല ഉണ്ടാവണമെന്ന് കരുതുന്നതോടുകൂടെ, ആ വിഷയവുമായി ബന്ധിക്കുന്നതോടുകൂടെ, ഉണ്ടാവണമെന്നുള്ള കരുതുന്നതോടുകൂടെ ഫയകൂൻ, ഖിയാമമാണോ അതുണ്ടാവും, സുനാമിയാണോ അതുണ്ടാവും, ഭൂകമ്പമാണോ അതുണ്ടാവും. അല്ല ഒരു സംഗതിയോട് ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതുണ്ടാകും. ഖൗലുഹുൽ ഹഖ്, അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ട വചനമാണ്. അതിനെ തകർക്കാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല.
അതിന്റെ സ്ഥിരതയെ ചോദ്യം ചെയ്യാൻ ഒരൊറ്റ കുട്ടിക്കും സാധ്യമല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ലിക്കുല്ലി നബഇം മുസ്തഖർ, ലിക്കുല്ലി നബഇം മുസ്തഖർ. ഓരോ വാർത്തക്കും ഓരോ സ്ഥിരീകരണമുണ്ട്. അല്ലാഹ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്ഥിരീകരിക്കപ്പെടും. ഖിയാമത്ത് നാളിന്റെ ശേഷം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, ഖിയാമം വരെയായിട്ട് സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പറയാൻ പോകുന്ന, ഇനി ഞാൻ ഖിയാമത്തിൻ്റെ ചിത്രം ഒന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു അധ്യായത്തിലേക്ക് സഹായത്തിന് നമ്മൾ പോവുകയാണ്. എന്നിട്ട് അത് എടുത്തിട്ട് ഏറ്റവും നന്നായിട്ട് ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ കളവാക്കുന്ന ഒരാളുണ്ടാകൂല എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഖിയാമം നടക്കുന്ന ആ ചിത്രം, സർവ്വലോകനാശത്തിൻ്റെ ചെറിയ ഒരു ചിത്രമെങ്കിലും നമുക്ക് കിട്ടണം. ആ സർവ്വലോകനാശത്തിൻ്റെ ചിത്രം ഏറ്റവും നന്നായിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റിയ സൂറത്തു തക്വീറിലാണ്. കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമത്തി റഅയൽ ഐൻ ഫല്യഖ്റ സൂറത്തത് തക്വീർ. മൻ സറഹു, ആർക്കെങ്കിലും സന്തോഷം തോന്നിയെങ്കിൽ, അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് നോക്കുന്നത് ആർക്കെങ്കിലും സന്തോഷമായി തോന്നിയെങ്കിൽ, ഖിയാമം കാണുന്നത് ആർക്കെങ്കിലും സന്തോഷമായി തോന്നിയെങ്കിൽ, റഅയൽ ഐൻ, നഗ്നനേത്രം കൊണ്ട് ഖിയാമം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, പച്ചയായ കണ്ണുകൊണ്ട് എനിക്ക് ഖിയാമത്ത് നാൾ ഇപ്പൊ ഒന്ന് കാണണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഖിയാമത്ത് നാൾ കാണുക അന്ന് അത് ഭാഗ്യമുള്ള അതിന് വിധിക്കപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ. ഭാഗ്യം എന്നതിനെ കുറിച്ച് പറയാൻ വയ്യ. അതിന് വിധിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഖിയാമം കാണാൻ കഴിയുള്ളൂ. എന്നാൽ ആ സംഗതി ഇന്ന് എനിക്ക് ആ ചിത്രം ഒന്ന് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫല്യഖ്റ സൂറത്തത് തക്വീർ, സൂറത്തു തക്വീർ അവനൊന്ന് പാരായണം ചെയ്തോട്ടെ, സൂറത്തു തക്വീർ അവനൊന്ന് പാരായണം ചെയ്തോട്ടെ. ഫല്യഖ്റ സൂറത്തത് തക്വീർ. കാരണം സൂറത്തു തക്വീർ ശരിക്ക് സർവ്വലോകനാശത്തിൻ്റെ ചിത്രം. അത് കുറേ കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നത് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് പോലെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. എവിടോ നടക്കുന്നത് നമുക്ക് ലൈവായിട്ട് സ്ക്രീനിൽ കിട്ടാറുണ്ട്. അതേ ഒരു ആനന്ദം യഥാർത്ഥത്തിൽ സൂറത്തു തക്വീർ ഓതുമ്പോൾ ഉണ്ടാവും. അതേ ഒരു ഭയാനകതയും. കാരണം എന്താ, യുഗങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു സ്ക്രീനിൽ ഇങ്ങനെ സമർപ്പിക്കുന്നത് പോലെ തോന്നും നമുക്കത് ഓതുമ്പോൾ. ശരിക്കും അതിൻ്റെ മുഴുവൻ ചിത്രവും റസൂലുള്ളാഹി വെറുതെ പറഞ്ഞതല്ല, അതിന് മറ്റൊരു അധ്യായമല്ല ഓതേണ്ടത് സൂറത്തു തക്വീറാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തു തക്വീറിലേക്ക് തന്നെ പോകാം. അതിൻ്റെ മുമ്പ് അള്ളാഹു പറഞ്ഞതൊക്കെ സ്ഥിരപ്പെടുന്ന ആദ്യം പറയണം. അതെന്തിനാ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതേ പള്ളിയിൽ നിന്ന് 3 കൊല്ലം മുമ്പ് ഞാനൊരിക്കൽ പരലോകം ഖുർആനിൽ എന്ന വിഷയം 10 ദിവസം അവതരിപ്പിച്ചപ്പോൾ 9 ദിവസം ആ വിഷയം കേട്ടിരുന്ന ഒരു സഹോദരൻ 10ാമത്തെ ദിവസം അയാളുടെ മനസ്സ് മാറി. ഈ റൂമിൽ ഞാനിങ്ങനെ വിശ്രമിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഉസ്താദേ, ഞാൻ ഈ 9 ദിവസം നിങ്ങളുടെ ക്ലാസ്സിലിരുന്നത് മറ്റൊരു മെൻറ്റാലിറ്റിയോടുകൂടെയാണ്. അന്നിരിക്കുമ്പോഴുള്ള മാനസികാവസ്ഥയല്ല ഇന്നിരിക്കുമ്പോഴുള്ളത്. എൻ്റെ ഈ 9 ദിവസം നിങ്ങൾ ഈ സ്വർഗവും നരകവും ഹിസാബും ഒക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സംശയം, ഇതൊക്കെ ഇപ്പം ഉണ്ടാകാനുള്ളത് തന്നെയാണോ? അയാൾ പറയാം, ഈ പറയുന്ന ഉസ്താദിന് എന്നെ ഇപ്പോൾ ഇത് ഉറപ്പുണ്ടേക്കൂ എന്നൊക്കെ ഞാൻ അങ്ങനെ കരുതിപ്പോയി. ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ തോന്നിപ്പോകുന്നത്. ഏതായാലും അയാൾ പറഞ്ഞു, എനിക്കൊരു ഉള്ളിലൊരു സംശയം, ഇതൊക്കെ ഒരു ഓലപ്പാമ്പാണോ, നമ്മളെയൊക്കെ നേരെ നിർത്താനുള്ള ഒരു പരിപാടി, അപ്പോൾ ഒന്നൊന്ന് പേടിപ്പിച്ച് ആകെ ജഗ പുകയാക്കിയിട്ട് നമ്മളെ ജീവിതമൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുള്ള പരിപാടിയാണോ, അല്ലാതെ ഇപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ബോധ്യപ്പെട്ടു. 10ാമത്തെ ദിവസം നിങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനയിൽ നിന്ന് ഭ്രൂണശാസ്ത്രത്തെ പരാമർശിക്കുന്ന ഒരായത്തോതിയപ്പോൾ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞ് അവൻ എങ്ങനെ വളരുന്നു, ഭ്രൂണം എങ്ങനെ വളരുന്നു, അതിൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയെക്കുറിച്ചും ഓരോ മാസത്തിലെ വളർച്ചയെക്കുറിച്ചും അന്ന് ചർച്ച ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. എന്തേ കാരണം? അത് ഞാനൊരു ഡോക്ടർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, ഡോക്ടർ എഴുതിയത് വിശ്വാസമാണ്, അല്ല പറഞ്ഞതിൽ ആ സംശയം. ഡോക്ടർ എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞ അതേ രൂപത്തിലാണ് ഖുർആനിലുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ അതിൻ്റെ കാരണവും കൂടെ വ്യക്തമാക്കി തന്നു എനിക്ക്. അത് കൂടുതൽ സന്തോഷകരമായി. എന്തേ കാരണം? അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഇത് സംഗതി ഡോക്ടർമാർ ഇത് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ, ഡോക്ടർ ആരാ?
ഡോക്ടർ പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കാനുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും വന്നപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ നോക്കുക ഭ്രൂണം എന്താകുന്നു. അപ്പം അതിനനുസരിച്ച് മൂപ്പരിങ്ങനെ പറയാം. അതിൽ അത്ഭുതമൊന്നുമില്ല. ലോകം പുരോഗമിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് നോക്കി കണ്ടെത്താൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അവിടെയല്ല, ഇന്ന് ഈ യന്ത്രങ്ങൾ വെച്ചിട്ട് ഭ്രൂണത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഈ യുഗത്തിൽ സംസാരിച്ചതിനെ കുറിച്ചല്ല പ്രസക്തി. ഇതിനോട് കൃത്യമായി 100% പൊരുത്തപ്പെട്ട് ഈ യന്ത്രത്തെക്കുറിച്ച് ഉപകരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്ത് ആടുമേച്ചു നടന്നിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഇത് വിളിച്ചു പറഞ്ഞത്. ഇതൊരു വല്ലാത്ത സംഭവമാണ്. അതാണ് മൊറീസ് ബുക്കായിയെ ചിന്തിപ്പിച്ചത്. മൊറീസ് ബുക്കായിയെയും ചിന്തിപ്പിച്ചത് ഭ്രൂണശാസ്ത്രമാണ്, ഖുർആന്റെ ഭ്രൂണശാസ്ത്ര വിവരണമാണ്. കാരണം ഇത് പറഞ്ഞത് ഭയങ്കര സംഭവം തന്നെയാണ്. ഇപ്പോൾ പറയുന്നതിൽ അത്ഭുതമല്ല. അന്ന് ഇത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇത് ദൈവിക വചനം തന്നെ ആവാനേ സാധ്യതയുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹത്തിന് മാറ്റമുണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഖുർആൻ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് ഒരു ചെറിയ സംഗതി, എല്ലാവർക്കും അറിയാവുന്ന, കുറച്ചൊക്കെ വായന പരിചയമുള്ള ആളുകൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു ചെറിയ സംഗതി പറയാം. എന്തിന്? അന്ന് എനിക്ക് കിട്ടിയൊരു വിവരമാണത്. അതും കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാണ്. 10ാമത്തെ ദിവസമല്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. 1ാമത്തെ ദിവസം പറഞ്ഞോളണം. ഇപ്പം ഞാൻ 1ാമത്തെ ദിവസം അത് പറഞ്ഞിരുന്നെങ്കിൽ 10 ദിവസത്തെ പ്രഭാഷണം അയാൾ ആ നിലക്ക് കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ 10ാമത്തെ ദിവസം അത് പറഞ്ഞത്. അത് വല്ലാത്തൊരു മോശമായിപ്പോയി എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പറയാനുള്ള സ്വർഗവും നരകവും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചർച്ചകളാണ്. അപ്പം അതൊക്കെ എവിടെയോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംശയം ബാക്കി നിൽക്കാതെ ഉറപ്പിക്കണം. അതിന് അള്ളാഹു പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ട്. എല്ലാം പുലരും, ഒന്നും പുലരാതെ പോകില്ല. ലിക്കുല്ലി നബഇൻ മുസ്തഖർ. ഓരോ വാർത്തക്കും ഓരോ സ്ഥിരീകരണമുണ്ട്. സ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥാനമുണ്ട്, സ്ഥിരീകരണമുണ്ട്. പണ്ഡിതന്മാർക്ക് വേണ്ടി മാത്രം പറയുന്നു, മീമിയായ മസ്തറായിട്ട് മുസ്തഖർ, സ്ഥിരീകരണമുണ്ട് എന്ന് മഹാന്മാർ അതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് കാണാം, ആധികാരിക മുഫസ്സിരീങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശരിക്കല്ല പറഞ്ഞത് മുഴുവനും പുലരും. അതിൻ്റെ ഒരു ചെറിയ തെളിവ് 19ാം നൂറ്റാണ്ടിൽ ഹോളണ്ടിലെ ഒരു ബയോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഹോളണ്ടിലെ ഒരു ബയോളജിസ്റ്റ്, അദ്ദേഹം കണ്ടെത്തിയ തേനീച്ചയെക്കുറിച്ചുള്ള ഒരു പഠനം, അദ്ദേഹം കുറേ രഹസ്യങ്ങൾ കണ്ടെത്തി തേനീച്ചയെക്കുറിച്ച്. അത് സൂറത്തുൻ നഹലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹലിന്റെ 68, 69, 70 ആയത്തുകളിൽ പറഞ്ഞ സത്യമാണ്. അപ്പോൾ ഇത് 19ാം നൂറ്റാണ്ടിലാണ് ഇയാൾ കണ്ടെത്തുന്നത്. ആദ്യം ഞാൻ അതങ്ങ് പറയാം, എന്നിട്ട് നമുക്ക് 7ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഖുർആനെ കുറിച്ച് പറയാം. അപ്പോൾ എത്ര നൂറ്റാണ്ട് മുമ്പ്? 12 നൂറ്റാണ്ട് ഇപ്പുറത്തേക്കാണ് ഖുർആൻ നോക്കിക്കാണുന്നത്. 19ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച കാര്യം 7ാം നൂറ്റാണ്ടിൽ പ്രഖ്യാപിക്കുന്നു. 7ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. എന്തേ കാരണം? തേനീച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇയാൾ തേനീച്ചയെക്കുറിച്ച് പഠനം നടത്തി. എല്ലാ ജന്തുക്കളെക്കുറിച്ചും ഇയാൾ പഠനം നടത്തി. ആ കൂട്ടത്തിൽ അയാളെ വല്ലാതെ സ്വാധീനിച്ചു തേനീച്ചയെക്കുറിച്ചുള്ള പഠനം. അയാൾ പറഞ്ഞു, തേനീച്ച ഒരു അത്ഭുത ജീവിയാണ് കൂട്ടുകാരെ, ഒരത്ഭുത ജീവിയാണ് ഈ തേനീച്ച. ഇത് നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് തേനീച്ചയെക്കുറിച്ച്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തേനീച്ച എന്ന ജീവി അത് യഥാർത്ഥത്തിൽ ഒരത്ഭുത ജീവിയാണ്. ഈ ആണുങ്ങൾ മഹാകള്ളന്മാരാ. തേനീച്ചൻ്റെ കൂട്ടത്തിൽ ആണുങ്ങൾ മഹാകള്ളന്മാരാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതും കൂടുണ്ടാക്കുന്നതും ഒക്കെ പെണ്ണുങ്ങളാണ്. കൂടുണ്ടാക്കുന്നതും പെണ്ണുങ്ങളാണ്, ഭക്ഷണം ഉണ്ടാക്കുന്നതും തേൻ നുകരാൻ പോകുന്നതും തേൻ സംഭരിക്കാൻ പോകുന്നതും അതൊക്കെ പെണ്ണുങ്ങളാണ്. പിന്നെ ആണുങ്ങളെ പണി എന്താണ്? ഇയാൾ കണ്ടെത്തിയ രഹസ്യമാണ്. ആണുങ്ങളെ പണി കാര്യമായിട്ട് ഓൽക്കൊരൊറ്റ ഏർപ്പാടേ ഉള്ളൂ, പ്രത്യുൽപാദനം. വേറെ ഏർപ്പാടൊന്നുമില്ല. അത് തൻ്റെ ഇണകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, വേറെ ഇണ ചേരുക എന്നല്ലാതെ വേറെ ഏർപ്പാടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു തരം കള്ളന്മാരാണ് ഇവർ, തേനീച്ചകളുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ. ഒരു അത്ഭുതമായിട്ട് അയാൾ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, തേനീച്ചകൾ പ്രധാനമായും ഉപശാഖകൾ പലതുമുണ്ട്, പക്ഷെ പ്രധാനമായ ശാഖകൾ 3 ഒന്ന് മലന്തേൻ എന്ന് പറയുന്ന ഒരു വളരെ ഭീമാകാരമുള്ള ഒരു തേൻ, നല്ല വലുപ്പമുള്ള ഒരു തരം തേനുകൾ, മലന്തേൻ. അതിനെ കണ്ടാൽ മനുഷ്യൻ കാട്ടാനെ കണ്ടതുപോലെ പോകേണ്ടി വരും, ഒരു കുത്തിയാൽ മരിക്കും ഉറപ്പാണ്. അത് നമ്മളൊന്നും കാണാറില്ല അത്തരം തേനുകൾ. അയാൾ കണ്ടെത്തി, അയാളുടെ അന്വേഷണത്തിൽ അയാൾ പുറത്തുവിട്ട രഹസ്യങ്ങളാണ്. 2ാമത്തെ ഒരു വിഭാഗമുണ്ട്, അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഒരു വിഭാഗമുണ്ട്. ആ 2ാമത്തെ വിഭാഗത്തിൻ്റെ സ്വഭാവം എന്താ? 2ാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം മലന്തേൻ, അത് കഴിഞ്ഞിട്ടൊരു ഇടത്തരം തേനുണ്ട്. അത് കൂടുവെക്കാറുള്ളത് പലപ്പോഴും
ഈ മരങ്ങളിൽ, മറ്റത് കൂടുവെക്ക മലകളിൽ, വലിയ പാറക്കെട്ടുകളിലൊക്കെയാണ്. മലകളിലും പാറക്കെട്ടുകളിലും മലകളിലുള്ള പാറക്കെട്ടുകളിലുമൊക്കെയാണ്. രണ്ടാമത്തെ ഇടത്തരം തേനുകൾ കൂടുവെക്ക എപ്പോഴും വൃക്ഷങ്ങളിലാണ്. വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, പൊത്തുകൾ, അവിടെയൊക്കെയാണ് കൂടുവെക്കുക. മൂന്നാമത്തെ ഒരു വിഭാഗം തേനീച്ചയുണ്ട്, അത് വളരെ ചെറുതാണ്. നമ്മൾ ഈ വല്യതേൻ എന്ന് പറയുന്ന ഈ ഇടത്തരത്തെ കുറിച്ചാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു തേനുണ്ട്, കാണാൻ വളരെ ചെറുത്, അക്രമ സ്വഭാവം വളരെ കുറയും, കടിക്കൂല, കടിച്ചാൽ തന്നെ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. അത് മനുഷ്യന്മാരുടെ ബിൽഡിങ്ങിൻ്റെ ചെത്തിത്തേക്കാത്ത ചുമരുകളുടെയൊക്കെ പിന്നിൽ വന്ന് കൂട് കെട്ടും. നമ്മളൊക്കെ പഴയ കാലത്ത് കുട്ടികളാകുമ്പോൾ ഇങ്ങനെ കണ്ണൻ ചിരട്ട വെച്ച് കൊടുക്കലുണ്ട് ഇതിൻ്റെ തേനെടുക്കാൻ വേണ്ടിയിട്ട്. വികൃതി കളിക്കാറുണ്ട്. അതിനോടെ ആ വികൃതിയൊക്കെ കളിക്കാൻ പറ്റുള്ളൂ, മറ്റവരോട് കളിച്ചാൽ വിവരം അറിയും. അപ്പോൾ ഈ കുട്ടികളോട് നമ്മൾ, ഈ ചെറിയ വകുപ്പിനോട് നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾ പറഞ്ഞു അത് ആക്രമണ സ്വഭാവം കുറഞ്ഞതാണ്, പക്ഷേ അതിൻ്റെ തേനിന് ഔഷധവീര്യം കുറവാണ്. അതിൻ്റെ തേൻ അത്ര തന്നെ ഫലിക്കൂല. ഇടത്തരം സാധനത്തിന് ഏറ്റവും മുന്തിയത് മലന്തേനിൻ്റെ തേനാണ്. ഇങ്ങനെ ഇദ്ദേഹം 3 വിഭാഗമാണ് തേനീച്ചകൾ എന്ന് കണ്ടെത്തി. പിന്നെ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല തേനുണ്ടാകുന്നത്. തേൻ, ഒരു തേനീച്ച പോയിട്ട് പൂമ്പൊടി ഇങ്ങ് ശേഖരിച്ചു, അത് കൊണ്ടുവന്ന് ഉടനെ തന്നെ തേനായിട്ട് പുറത്തുനിന്ന് വരുന്നു എന്നല്ല. പിന്നെയോ അത് കൂട്ടിൽ വന്ന് ഛർദ്ദിക്കും. ഛർദ്ദിച്ചതിൻ്റെ ശേഷം കള്ളന്മാർക്ക് ഭക്ഷണം കഴിക്കൽ ഇവരിതാ തിന്നുക, ആണുങ്ങൾ അവരിത് തിന്നും, വീണ്ടും ഛർദ്ദിക്കും. അങ്ങനെ പല തേനീച്ചകളുടെ അകത്ത് ചെന്ന് പല തേനീച്ചകളുടെ വയറുകളിൽ കറങ്ങിയതിൻ്റെ ശേഷമാണ് തേനുണ്ടാകുന്നത്. അത് തേനായി രൂപാന്തരപ്പെടുന്നത്. ഒരു തേനീച്ചക്ക് തന്നെ എത്ര പോകുന്നൊരു ജീവിയെക്കുറിച്ചായി പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടരുത് കേട്ടോ. ഇതൊന്നും പിന്നെ ആരും നിഷേധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല, ഇന്നത്തെ യുഗമായതുകൊണ്ട്. ഇത്ര പോകുന്നൊരു തേനീച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അതിനൊരു വയറല്ല, വയറിനകത്ത് 6 അറകളുണ്ട്. 6 അറകളുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം എനിക്ക് വിശദമായിട്ട് പറയാനുള്ള സമയമല്ല, കാരണം നമുക്കൊരു കൃത്യമായ സമയമുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് തീരും വേണമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് സൂറത്തുൻ നഹലിൽ അല്ലാഹു തആല തേനീച്ചയെക്കുറിച്ച് പ്രതിപാദിച്ച ഭാഗം നോക്കുക. വഔഹാ റബ്ബുക ഇലൻ നഹൽ, നബിയേ നിങ്ങളുടെ രക്ഷിതാവ് തേനീച്ചക്ക് ബോധനം നൽകി, തേനീച്ചക്ക് തോന്നിപ്പിച്ചു, വഹ്യ് നൽകി എന്ന് പറഞ്ഞാൽ തേനീച്ച നബിയാണെന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. തേനീച്ചക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുത്തു. എന്ത്? അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ. അവിടെയാ ചിന്തിക്കേണ്ടത്. അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ. എടി ഉണ്ടോ, പെണ്ണാ കൂടുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഖുർആൻ എന്തൊരു അന്തസ്സുണ്ട് പറയാൻ. അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ, എടി നീ പോയിട്ട് പർവ്വതങ്ങളിൽ കൂടുവെക്കണം. വമിനശ് ശജർ, മരങ്ങളിലും, വമിമ്മാ യഅരിശൂൻ, ജനങ്ങൾ കെട്ടിപ്പൊക്കിത്തരുന്ന ബിൽഡിങ്ങുകളിലും, ജനങ്ങൾ കെട്ടിപ്പൊക്കിത്തരുന്ന, ജനങ്ങൾ ഇട്ടുതരുന്ന കൈപ്പങ്ങാ പന്തലുകളിൽ, അവരുടെ വീടുകളിൽ, ആ വീടുകളിലൊക്കെ നിങ്ങൾക്ക് പോയി അവരുടെ വിറകുപുരകളിൽ ഒക്കെ കൂടുവെക്കാം. അപ്പോൾ മൂന്നാമത്തെ വിഭാഗം വമിമ്മാ യഅരിശൂൻ, രണ്ടാമത്തെ വിഭാഗം വമിനശ് ശജർ, മരത്തിൽ. അയാൾ പറഞ്ഞത് കൃത്യമായി കണ്ടോ, അത് അയാളിപ്പോൾ ഖുർആൻ നോക്കിയിട്ട് എഴുതിയതൊന്നും ആവില്ല, പക്ഷെ അദ്ദേഹം ഗവേഷണം നടത്തിയപ്പോൾ ലികുല്ലി നബഇൻ മുസ്തഖർ, ശരിക്കും കൊണ്ട് ബോധ്യപ്പെടുകയാണ്. മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങളിൽ പോയി കൂടുവെച്ചോ എന്ന് പറയുമ്പോൾ ഇവിടെ സ്വാഭാവികമായി എൻ്റെ സുഹൃത്തുക്കളിൽ പണ്ഡിതന്മാർക്കൊരു ചെറിയ സംശയം സ്വാഭാവികമായിട്ട് തോന്നിയേക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ അപകടത്തിൽ കുടുങ്ങില്ലേ? ഇത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്, ഇതിൽ സംശയമില്ല. ഇനി പോവട്ടെ, ഈ ചില ജന്തുക്കളെ ആണ് പെണ്ണ് വിഭജനം വ്യത്യാസമില്ലാതെ ഉപയോഗിക്കാറുണ്ട്. ആണും പെണ്ണും ഒക്കെ ഒരേ സ്വരത്തിൽ. അതുപോലെ തേനീച്ചയെക്കുറിച്ച് ആണായാലും പെണ്ണായാലും ഒക്കെ അതൊരൊറ്റ രൂപത്തിൽ അങ്ങ് ഉപയോഗിക്കും. മുഅന്നസായിട്ട് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു എന്നതായിക്കൂടെ, അങ്ങനെ അറബി ഭാഷയിലുണ്ട്. അവിടെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. മഹാന്മാരായ ആധികാരിക മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ പെണ്ണിനോട് സംവദിക്കാനുള്ള കാരണം? സംഗതി ചില ജന്തുക്കളെ ആണായാലും പെണ്ണായാലും പെണ്ണിന്റെ സ്വരത്തിൽ പറയും, ചില ജന്തുക്കൾ ആണായാലും പെണ്ണായാലും ആണിന്റെ സ്വരത്തിൽ പറയും. അതിൽ പെട്ടതല്ലല്ലോ തേനീച്ച, അവിടെയാ വിഷയം. അത് മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. തേനീച്ച അതിൽ പെട്ടതല്ല, ആണ് ആണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും പറയുന്ന ജന്തുവാണ്. എന്നിട്ട് എന്തുകൊണ്ട് പെണ്ണിനെ പറഞ്ഞു? പിന്നെ അതിന് അക്കാലത്ത് അവർ കണ്ടെത്തിയ മറുപടി അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മൾ സലാമത്താക്കട്ടെ. കാരണം അന്ന് അവർ കണ്ടെത്തിയത് ഏറ്റവും വലിയൊരു സംഗതിയാണ്. അവരെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ. ആ കാലഘട്ടത്തിൽ അവരതിനൊരു മറുപടി പറഞ്ഞു. ഏതോ ഒരു നാട്ടുകാർ അറബി ഭാഷയിൽ എന്ത് ചെയ്യാറുണ്ട്? രണ്ടിനെയും ഒരേ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അവരുടെ ഭാഷയനുസരിച്ചാവാമെന്ന് പറയുമ്പോൾ അന്ന് ഖുർആനിൻ്റെ എതിരാളികളെ പ്രതിരോധിക്കാൻ മാത്രം മതിയായ മറുപടിയാണത് തീർച്ചയായിട്ടും. പക്ഷേ ഏതോ ഒരു നാട്ടുകാരിലേക്കോ ഒരു കബീലയിലേക്കോ ഇറക്കിയതല്ലല്ലോ ഖുർആൻ. പക്ഷെ പിൽക്കാലത്ത് ഓരോ സംഗതികൾ പിന്നെങ്ങനെ ബോധ്യപ്പെടുള്ളൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്,
അല്ലാഹു തആല പറഞ്ഞു, ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള മഹാമഹാ അത്ഭുതങ്ങള് നമ്മൾ പിന്നീട് അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. ഖുർആനിന്റെ ശൈലി അതാണ്. ഒക്കെ ആദ്യം കാണിച്ചു തരൂല. ഒക്കെ ആദ്യം കാണിച്ചു തന്നാൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ ലോകം നോക്കുങ്ങൾ, JCB എങ്ങാനും ഒരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകം ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാവാൻ അത് ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് തീരാൻ പറ്റുള്ളൂ. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്. അത്ഭുതങ്ങളൊക്കെ ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് പൂർത്തിയാകാവൂ. അല്ലെങ്കിൽ അത് കുറച്ച് മുമ്പ് കണ്ടാൽ അവിടെ ഉണ്ടാവുമോ ലോകം? JCB കണ്ടുപിടിച്ച് കൊല്ലങ്ങളായപ്പോഴേക്ക് ഇതാ ലോകം ചത്തു തുടങ്ങി, നശിച്ചു തുടങ്ങി. ഇതൊരു 500 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിരുന്നു കഥ, ഉറപ്പാണ്. അപ്പൊ അല്ലാഹു തആല ഖിയാമത്തോട് അടുക്കുമ്പോഴേ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് അല്ലാഹ് പറഞ്ഞത്, സനുരീഹിം, ജനങ്ങൾക്ക് പിന്നീട് ഞാൻ അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും. ആയാതിനാ ഫിൽ ആഫാഖ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ കണ്ടെത്തിയപ്പോ നോക്ക് നിങ്ങൾ, എന്തൊരു ഭംഗിയുണ്ട് ഖുർആൻ ഓതാൻ. ആരുടെ മുമ്പിലും നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യരിശൂൻ. തേനീച്ച 3 വിഭാഗമാണെന്നതുമായി, പെണ്ണാണ് കൂടുണ്ടാക്കുന്നതെന്നുമായി. ഇനി തേനുണ്ടാക്കുന്നതോ സുമ്മക്കുലി, കണ്ടോ, സുമ്മക്കുൽ എന്നല്ല, സുമ്മക്കുലി, പിന്നെ നീ പോയി തിന്നണം. അതും പെണ്ണിനോടാ പറയുന്നത്. മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളിലും എല്ലാ പൂമ്പൊടികളും നീ ശേഖരിക്കണം. മിൻ കുല്ലി സമറാത്ത്, അങ്ങനെ നീ കിലോമീറ്ററുകൾ പോയിട്ടുണ്ടാകും ഒരു പക്ഷേ പൂമ്പൊടി കിട്ടാൻ. തിരിച്ചു പോരാൻ നിനക്ക് വഴിയറിയോ എന്ന ടെൻഷൻ വേണ്ട. ഫസുരുകി സുബുല റബ്ബികി ദുലുലാ, നിന്റെ റബ്ബ് നിനക്ക് ഒരുക്കി തന്ന വഴികളിലൂടെ നിനക്ക് തിരിച്ചു പ്രവേശിക്കാം. കണ്ടങ്ങൾ, എത്ര കിലോമീറ്റർ പോയാലും വഴി പിഴക്കാതെ വരാൻ കഴിയും തേനീച്ചക്ക്. അത് തേനീച്ചയുടെ പ്രത്യേകതയാണ്, ഒട്ടകത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ കുറേ ജീവികളുണ്ട്, എത്ര പോയാലും അതേ വഴിയിൽ തിരിച്ചു വരാൻ കഴിയും. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്. അവിടെയൊക്കെ ചിന്തിക്കാനുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് വേറെയും കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. എനിക്കത് പറയാനുള്ള സമയമല്ലല്ലോ എന്നുള്ള വിഷമമാണ്. കാരണം ആരൊക്കെ ചോദിക്കാറുണ്ട്, പണ്ടത്തെ മാതിരിയല്ല, ഇപ്പം തേനൊന്നും ഇങ്ങോട്ട് കുടിച്ചിട്ട് ഇങ്ങോട്ട് ഫലിക്കണില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ഫീഹി ഷിഫാഉൽ ലിന്നാസ്, ശേഷം പറയുന്നുണ്ട് അതിൽ ഔഷധ വീര്യമുണ്ട്, അത് ഔഷധ ഗുണമുള്ളതാണ്. അധിക ഉസ്താദുമാരുടെ അടുത്തും ചെന്നാൽ ചികിത്സിക്കുന്ന ഉസ്താദുമാർ തേൻ വലിയൊരു ഔഷധമാണ്. അതുപോലെ തന്നെ വൈദ്യന്മാരുടെ അടുത്ത് ചെന്നാൽ തേൻ അവർ അധിക മരുന്നുകളിലും ചേർക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്താ ഫലിക്കാത്തത്? ഫലിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താ പറയുക, നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞ സ്വാതന്ത്ര്യം വിട്ടുകളിച്ചപ്പോഴാ. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്. അള്ള തേനീച്ചനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് തേനീച്ചനെ സ്വതന്ത്രമായിട്ട് നമ്മൾ വിടണം. സുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എല്ലാ പൂമ്പൊടിയും ശേഖരിക്കണം. അപ്പം എല്ലാ പൂവുകളുടെയും തേൻ ശേഖരിക്കുമ്പോൾ അത് അതിൻ്റെ ആ മിക്സ്ഡ് ഗുണമാണ് യഥാർത്ഥത്തിൽ ഈ ഔഷധവീര്യം. അതില്ലാതെ ആകുകയാണ് എന്തേ, നമ്മൾ തേൻ വളർത്താൻ തുടങ്ങി. തേൻ വളർത്തുന്നതിനെ കുറ്റം പറയല്ല, നല്ല ഹലാലായൊരു പണിയാണ്, അതിനല്ല കുറ്റം പറയുന്നത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യും എന്നറിയങ്ങൾ, ഈ പൂമ്പൊടിയൊന്നും ഇല്ലാത്ത കാലത്ത്, പൂവും കായൊന്നും കൂടുതലില്ലാത്ത കാലത്ത് ഉടമകൾ ഒരു ചെറിയ കളി കളിക്കും. അവർ നല്ല ചക്കര കുഴച്ചട വെച്ച് കൊടുക്കും. കൂട്ടിൻ്റെ അടുത്ത് ചക്കര കുഴച്ച് പഞ്ചാര കുഴച്ചട വെച്ച് കൊടുക്കും. ഇത് തിന്നിട്ട് ഇത് തേനാകുമ്പോൾ പിന്നെ അതിനുള്ള ഗുണം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അള്ളാഹു പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കണം. അതെവിടെ ഉള്ളതെങ്കിൽ എത്ര ദൂരെയും പോയി എടുത്തു വന്നോളും. സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഫസ്ലുക്കി സുബുല റബ്ബികി ദുലുല യഖ്റുജു മിൻ ബുതൂനിഹാ. എന്നാൽ യഖ്റുജു മിൻ ബുതൂനിഹാ, ആ ഈച്ചകളുടെ വയറുകളിൽ നിന്ന് പുറത്തു വരും. ചിന്തിക്കാൻ വകുപ്പുണ്ട്. യഖ്റുജു മിൻ ബത്നിഹാ എന്നല്ല, യഖ്റുജു മിൻ ബുതൂനിഹാ. ആ ഈച്ചയുടെ വയറുകളിൽ നിന്ന്. ഒരു ഈച്ചക്ക് പല അറകളുണ്ട്, പല വയറുകളുണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ അവിടെ അന്തിച്ചു നിൽക്കേണ്ടി വരില്ല. പല ഈച്ചകളുടെ വയറുകളിലൂടെയാണ് പുറപ്പെടുന്നതെങ്കിൽ യഖ്റുജു മിൻ ബുതൂനിഹാ, അവയുടെ വയറുകളിൽ നിന്നൊന്നും അവളുടെ വയറുകളിൽ നിന്നൊന്നും. രണ്ടും പറയാൻ പറ്റിയ ഭംഗിയുള്ള വാചകമാണ് മിൻ ബുതൂനിഹാ. എന്താണ് ഖുർആനിനോളം ഫിറ്റായ ഒരു ഗ്രന്ഥം, ഖുർആനിനോളം കാലഘട്ടത്തിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം ലോകത്താർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇല്ല. ലികുല്ലി നബഇൻ മുസ്തഖർ, എല്ലാ വാക്കിനും എല്ലാ വാർത്തക്കും ഒരു സ്ഥിരീകരണമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ അതാണ് ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുന്നത് 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കണ്ടെത്തിയ ഈ വിഷയങ്ങൾ ഇന്ന് നാം അനുഭവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. എന്താണ് പരലോക ചിത്രം? എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നൊക്കെ ഇതുപോലെ വിശ്വസിച്ചോളണം. അതിനുവേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ധാരാളം ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാണ്ട് ഒന്ന് പറഞ്ഞത് അതിനാണ്. നമുക്കിപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ചിത്രം കിട്ടാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം സൂറത്തു തക്വീർ. അതിലെ വാക്കുകൾ നമുക്ക് ഒന്ന് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം, അപ്പോഴേക്ക് സമയം കഴിയും. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു ഗദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉത്തിലത്
വഇദൽ വുഹൂശു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത് വഇദൽ മൗഊദത്തു സുഇലത്. തുടർന്നുണ്ട്. ആദ്യം ഞാൻ സൂറത്തു തക്വീറിൻ്റെ സന്ദേശം ഒന്ന് പറയാം. സൂറത്തു തക്വീറിൽ അല്ലാഹ് പറയുന്നത് സർവ്വലോകനാശത്തിൻ്റെ മുമ്പുള്ള 6 കാര്യം, സർവ്വലോകനാശം കഴിഞ്ഞ് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് പരലോകത്തിൻ്റെ 6 ചിത്രം, എന്നിട്ട് രക്ഷാശിക്ഷ. അങ്ങനെ 12 കാര്യങ്ങളാണ് സൂറത്തു തക്വീറിൽ പീഡിതമായ 12 രംഗങ്ങളാണ് പറയുന്നത്. അതിൽ നമ്മൾക്കിപ്പോൾ കിട്ടേണ്ടത് ഏതാണ്? ആദ്യത്തെ 6. കാരണം അതാണല്ലോ സർവ്വലോകനാശം. ഖിയാമത്ത് നാൾക്ക് അങ്ങോട്ട് എത്തണുള്ളൂ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയുള്ളൂ. ഇന്ന് ഇൻഷാ അല്ലാഹ് പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ജനങ്ങൾ 3 വിഭാഗമായിട്ട് എഴുന്നേൽക്കുന്നത് നമുക്ക് നാളെ ചർച്ച ചെയ്യാനുള്ളത്. 3 വിഭാഗം ജനങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്ക് അത്ര ചർച്ച ചെയ്യാം. ഇദ ശംസു കുവിറത്, ശരിക്കും ആ ചിത്രം നിങ്ങൾക്ക് കിട്ടും. സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ വൈദൻ നുജൂമുങ്കദറത്, വൈദൻ നുജൂമുങ്കദറത്, നക്ഷത്രങ്ങൾ ഉതിർന്നുതിർന്ന് വീഴാൻ തുടങ്ങിയാൽ വൈദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറത്തപ്പെട്ടാൽ വൈദൽ ഇശാറു ഉത്തിലത്, 10 തികഞ്ഞു നിൽക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ വൈദൽ ഇശാറു ഉത്തിലത് വൈദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ വൈദൽ ബിഹാറു സുജ്ജിറത്, കടലുകളൊക്കെ കത്തിക്കപ്പെട്ടാൽ, കടലുകളൊക്കെ കത്തിക്കപ്പെട്ടാൽ വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത്. അതുപോലെ തന്നെ ഇണകളെ എന്ന് പറഞ്ഞാൽ പറ്റിയവരുടെ കൂടെ ഇണക്കപ്പെട്ട് കഴിഞ്ഞാൽ വഇദൻ നുഫൂസു സുവ്വിജത്, അതോടുകൂടി പുനരുത്ഥാനം അങ്ങാകും. അതുവരെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നന്നായി വിശദീകരിച്ചു ഈ ആയത്തുകളെ ഒരു ഹദീസിലൂടെ. അത് തന്നെ നമുക്കങ്ങ് പരിചയപ്പെടാം. നബി പറഞ്ഞു, ജനങ്ങളൊക്കെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കും. ഖിയാമത്ത് നാൾ നടക്കുന്ന സമയത്ത് ജനങ്ങളൊക്കെ അവരവരുടെ ജോലികളിൽ വ്യാപൃതരായിരിക്കും. ഖിയാമത്ത് നാളില് എല്ലാവരും അവരൊക്കെ അവരവരുടെ വേലകളിൽ അവരവരുടെ ജോലികളിൽ ഇങ്ങനെ വ്യാപൃതരായി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും. കുറേ അങ്ങാടി സാധനം വാങ്ങായിരിക്കും, കുറേ അവരുടെ ജോലികളിലായിരിക്കും, ബിസിനസ്സുകാരായിരിക്കും, അങ്ങനെ യാത്രക്കാരുണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോഴായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ചെറിയ ഒരു സമയം പെട്ടെന്നതാ സൂര്യനങ്ങ് നശിക്കുന്നു, സൂര്യനങ്ങ് ഇല്ലാതെയാവുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതാണ് ഇദ ശംസു കുവിറത്, സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ. ശാസ്ത്രം പറയുന്നത് സൂര്യൻ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ മരണം, ഭൂമിയുടെയും മരണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചർച്ച ചെയ്യാൻ മാത്രം വിശാലമായ സമയം നമുക്കില്ല. സൂര്യൻ്റെ മരണം ഇന്ന് ശാസ്ത്രം സ്ഥിരീകരിച്ചതാണ്. സൂര്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാലത്ത് സൂര്യൻ തീരും. ഖുർആൻ പറഞ്ഞു, ഇദ ശംസു കുവിറത്, സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ കത്തിത്തീർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാണല്ലോ. വേറെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. അള്ളാഹുവാണ് പറയുന്നത്. വേറെ ഉള്ളതൊക്കെ നമ്മൾ ടച്ച് ചെയ്തു പോകാനുള്ള കാരണം നമുക്കൊന്നും കൂടെ ഈമാൻ വർദ്ധിക്കാനാണ്. അല്ലാഹ് പറഞ്ഞതൊന്നും കൂടെ ബോധ്യപ്പെടാൻ മാത്രമാണ്. നമുക്ക് നേരത്തെ എല്ലാം സത്യമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചവരാണ് നമ്മൾ. എന്നാൽ സംശയമുള്ളവർക്കത് കൂടുതൽ ഫലിക്കുമെന്ന് കരുതിയ ഇദ ശംസു കുവിറത്, അങ്ങനെ പെട്ടെന്ന് സൂര്യനങ്ങില്ലാതെയാവും. സൂര്യൻ പെട്ടെന്ന് അങ്ങിരുട്ടായി പോകുമ്പോൾ എല്ലാവരും ബേജാറായി അതാ ഓടുന്നു. അവരവരുടെ വീടുകളിലേക്ക്, ആസ്ഥാനങ്ങളിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ്. നക്ഷത്രങ്ങൾ അങ്ങിങ്ങായി ഉതിർന്നു വീഴാൻ തുടങ്ങും. ഉൽക്കവർഷങ്ങൾ എല്ലായിടത്തും പെതോ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ വന്ന് വീഴാൻ. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഗൗരവം? നമ്മൾ എത്രമാത്രം ഭയപ്പെടും. ഉൽക്കവർഷം നമ്മൾ സാധാരണ വായിക്കുന്നതാണ്, പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നതാണ്, പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. ഉൽക്കവർഷം ഇന്നും നടക്കാറുണ്ട് പലപ്പോഴായി. നക്ഷത്രങ്ങൾ ഇപ്പോഴും വീഴാറുണ്ട്. പക്ഷെ അത് വീഴുമ്പോൾ അതിനെ ചാരമാക്കി നിർവീര്യമാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത്. അതേ സ്ട്രോങ്ങിൽ അത് ഭൂമിയിൽ പതിച്ചാൽ സുബ്ഹാനല്ലാഹ് ഓർക്കാൻ കഴിയാത്തതാണ്. പക്ഷെ എന്താണ്, ഓസോൺ കുടയിൽ തട്ടിയിട്ട്, ഓസോൺ പാളികളിൽ തട്ടിയിട്ട് അത് നിർവീര്യമായിട്ടാണ് പോരുന്നത്. അതാണ് അല്ലാഹു തആല സമാഇനെ നമ്മൾ സഖ്ഫൻ മഹ്ഫൂദ, സുരക്ഷിത തട്ടാക്കിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു സുരക്ഷിത തട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ട നിങ്ങൾ, സനുരീഹിമായാത്തിനാ ഫിൽ ആഫാഖ് എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുമ്പോൾ
നമുക്കത് കൂടുതൽ കൂടുതൽ ഈമാനാവുകയാണ്. സഖ്ഫ് മഹ്ഫൂദ് കാരണം നെറൂലി നമുക്കൊരു തട്ടുണ്ട്, ഓസോൻ പാളി, അതിൽ തട്ടിയിട്ടാണ് നക്ഷത്രങ്ങൾ ചാരമായി വീഴുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതെങ്ങാനും എന്നാലും ഓസോൻ പാളിക്ക് വിള്ളൽ കുടുങ്ങിയാൽ ഖിയാമത്ത് നാളാകുമ്പോൾ ഓസോൻ പാളി സംവിധാനമൊക്കെ ഫുള്ള് തകരുന്ന ഉറപ്പല്ലേ, ലോകം മൊത്തം തകരുകയാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് വീഴാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഗൗരവം? എന്നാൽ തന്നെ വേണ്ടത്ര നിർവീര്യമാകാതെ ഉൽക്കവർഷങ്ങൾ നടന്നതിൻ്റെ പേരിൽ ചില ഏരിയകളിൽ ഉൽക്കവർഷം നടന്നത് നമ്മൾ വായിക്കാറുണ്ട് പുസ്തകത്തിലൊക്കെ. മീറ്ററുകളോളം ആഴത്തിൽ അത് വലിയ വലിയ അഗാധ ഗർത്തങ്ങളുണ്ടാക്കി ഉൽക്കവർഷം വീണപ്പം ഭൂമിയിൽ. ആ മീറ്ററുകളോളം ആയത്തിൽ 5 or 6 മീറ്ററൊക്കെ വലിയ കുഴി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ ഉൽക്കെങ്ങാനും നമ്മളെ മണ്ടേ വീണാമെന്ന് ചിന്തിച്ചു നോക്കിയാണ്. ആകെ 2 മീറ്ററുള്ള നമ്മൾ, അല്ലെങ്കിൽ 1.5 മീറ്ററുള്ള നമ്മൾ, 6 മീറ്റർ തുളച്ചു പോകാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നമ്മളെ തലയിൽ വീണാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത് തലക്ക് വീഴൂല, നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ചുറ്റുപാടുകളിലൊക്കെ പതോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഉൽക്കവർഷം ഭൂമിയിൽ കരയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മാത്രമാണോ? അല്ല, കാട്ടിലും നടക്കുന്നു. കാട്ടിൽ നടക്കുമ്പോഴാണ് കാടടച്ച് വെടിവെച്ച് നോക്കിപ്പോൾ ഫോറസ്റ്റിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കല്ലേ വന്യജീവികളൊക്കെ. കാടടക്കിയാണ് വെടിവെച്ചാൽ മുഴുവൻ ചാടും പുറത്ത്, മുഴുവൻ നാട്ടിലിറങ്ങും. ആനയും കരടിയും പന്നിയും നാട്ടിലുണ്ടാകും. നരിയും ആനയും കരടിയും ഒക്കെ കൂടെ നടക്കുന്ന രംഗം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ദൂലത പറഞ്ഞത് വൈദൽ വുഹൂശു ഹുശിറത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് അതേറ്റു പറഞ്ഞു, ഇതാ വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ അവൻ ഓടി നാട്ടിൽ വരുന്ന സമയത്ത്, വീട്ടിൽ വന്ന് കയറുന്ന സമയത്ത് ഇവൻ അത്ഭുതപ്പെടുന്നു. റസൂലുള്ള പറയാൻ, ആ ഹദീസിൽ റസൂലുള്ള പറയുന്നുണ്ട്, ഇവൻ അത്ഭുതപ്പെടും. ഇവൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു ആന നിൽക്കുന്നു, ഇവൻ്റെ ഓഫീസ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു നരിയതാ, ഇവൻ്റെ ആലയിൽ ചെന്ന് നോക്കുമ്പം ആടിൻ്റെ തൊട്ടടുത്തതാ 2-3 ചെന്നായ്ക്കൾ. എന്നിട്ട് ആ ചെന്നായ്ക്കൾ ആടിനെ കടിക്കുന്നുണ്ടോ? ഇല്ല. ഈ സിംഹങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? എല്ലാവരും ബേജാറിലാണ്. നരിയും ബേജാറിലാണ്, കരടിയും ബേജാറിലാണ്, ആനയും ബേജാറിലാണ്, എല്ലാവരും ബേജാറിലാണ്. ആർക്കും പരസ്പരം ആക്രമിക്കണ്ട. നഫ്സി 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 എന്ന മുദ്രാവാക്യം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാൾ പേടിക്കേണ്ട, ആക്രമണമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും പേടിച്ച മനുഷ്യൻ വല്ലാതെ പേടിച്ചു, അതിലേറെ പേടിച്ചു വന്യമൃഗങ്ങൾ. കാരണം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നിട്ട് സ്വന്തം തങ്ങളുടെ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ പോലും ഒരു ഉപദ്രവവുമില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയാത്തതാണ്. ബേജാറായാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ബേജാറായാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും, ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതാണ് ഈ പറഞ്ഞത്. നബി തങ്ങൾ ശരിക്കും വിശദീകരിച്ചതാണ്. ഇനി നമ്മളതിനെ വളഞ്ഞു തിരിഞ്ഞൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഏതോ ഒരു വിഭാഗം അവരുടെ ഒരു ചർച്ചയിൽ വൈദൽ വുഹൂശു ഹുശറത്ത് എന്നതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് മൃഗശാലകൾ വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരുന്ന വൈദൽ വുഹൂശു ഹുശറത്ത്. വന്യമൃഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം വരിക. മൃഗശാലകൾ വന്നു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോയ ഖാദിയാനികളുടെ വ്യാഖ്യാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ശരിക്കും വിശദീകരിച്ചു തന്നതാണ്. അപ്പോൾ അവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ ഖിയാമത്ത് എന്നോ നടന്നു പോകണം, ഇവരുടെ ഭാഷയിലാണെങ്കിൽ മൃഗശാലകൾ എന്നോ ഒക്കെ ആയി. അപ്പോൾ ഏതാവട്ടെ വൈദൽ വുഹൂശു ഹുശറത്ത്, ഇതൊക്കെ ആ സമയത്ത് നടക്കുന്നത് ഖിയാമത്തിൻ്റെ ചിത്രം. അത് ഖിയാമത്ത് നടക്കുമ്പോഴുള്ള സംഗതിയാണ്. വൈദൽ വുഹൂശു ഹുശറത്ത്, വന്യമൃഗങ്ങളെ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, നമ്മളോടൊപ്പം വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമില്ല. മനുഷ്യൻ്റെ നിഴല് കണ്ടാൽ ഓടിയിരുന്ന, ഗതി കെട്ടാൽ മനുഷ്യനെ ആക്രമിച്ചിരുന്ന ഈ ജീവികൾ ഓടുന്നില്ല, ആക്രമണ സ്വഭാവമില്ല. എൻ്റെ കൂട്ടുകാരാ, നിങ്ങൾ ചിന്തിക്കൂ. നമ്മളിപ്പം നിൽക്കുന്നത് മസ്ജിദുൽ ഫതഹിൽ. അന്ന് ഈ പള്ളിക്കകത്ത് വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന രംഗം, നമ്മുടെയൊക്കെ ചുറ്റും, നമ്മുടെയൊക്കെ വലത്തും ഇടത്തുമൊക്കെ നരികളും സിംഹങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടം ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോഴേ ഇതാ വഖഅത്തിൽ വാഖിയ, നടക്കേണ്ടത് നടന്നാൽ എന്ന് പറഞ്ഞത് ശരിക്കങ്ങ് തലയെ കയറണമെങ്കിൽ എന്തൊക്കെ നടക്കും നമുക്കറിയണം. അപ്പോഴേ നടക്കേണ്ടത് നടന്നാൽ എന്നത് തലയെ കയറൂ. അതിനായി ഇത് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വൈദൽ ജിബാലു സുയ്യിറത്ത്, മനുഷ്യൻ ബേജാറാവാതിരിക്കോ, മനുഷ്യൻ വല്ലാതെ ഞെട്ടിപ്പോകാതിരിക്കോ. അന്തരീക്ഷം നോക്കുമ്പം വളരെ അന്തരീക്ഷം നോക്കുമ്പോൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. എന്തേ കാരണം? പർവ്വതങ്ങള്, വലിയ വലിയ മലകള്, ഹിമാലയങ്ങള്, വലിയ വലിയ ചെക്കുന്നുകളൊന്നും ഉറച്ചു നിൽക്കുന്നില്ല. എല്ലാം പൊങ്ങിയിട്ട് അന്തരീക്ഷത്തിലൂടെ അതാ പരസ്പരം ഇടിച്ച് പൊടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു.
വലിയ വലിയ ഭാഗങ്ങളായി പറന്നുകൊണ്ടിരിക്കും. അല്ല, പരസ്പരം കൂട്ടിമുട്ടും അന്തരീക്ഷത്തിൽ കിടന്നിട്ട്. അങ്ങനെ പരസ്പരം കൂട്ടിമുട്ടിയിട്ടതാ വലിയ വലിയ സൗണ്ട് നടക്കും. അതാ കൂട്ടിമുട്ടിയിട്ട് ഘോര ശബ്ദങ്ങൾ. അതോടുകൂടെ അത് പൊടിഞ്ഞ് അന്തരീക്ഷം മുഴുവനും പൊടി മയമാകും. ലോകം മുഴുവൻ പൊടിമയമാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ സൂറത്തുൽ വാഖിയയിൽ പറയാൻ പോകുന്നുണ്ട്. ഫകാനത്ത് ഹബാഅം മുംബസ്സാ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ശരിക്കും അങ്ങോട്ട് പൊടിമയമാകും. എവിടെ നോക്കിയാലും അന്തരീക്ഷാകെ കലങ്ങിയ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. വഇദൽ ജിബാലു സുയ്യിറത്ത്, അതേ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറത്തിപ്പിക്കപ്പെട്ടാൽ ഭൂമി ഇളകണമല്ലോ. ഭൂമി ഇളകണമെങ്കിൽ ഭൂമിയുടെ ആണികൾ തട്ടിപ്പറിക്കണമല്ലോ. അപ്പോഴല്ലേ ഭൂമി ഇളകൂ. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ പീഠം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിനൊരു ഇളക്കവുമില്ല. കാരണം ആണി വെച്ച് ഭദ്രമാക്കിയതാ. ഇതിൻ്റെ ആണി തട്ടിപ്പറിച്ചാൽ കെടകെട ഇളകി കളിക്കും. ഇത് ഉറപ്പല്ലേ? ഇതേ രൂപത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് വൽജിബാല ഔതാദാ, പർവ്വതങ്ങളെ നാം ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനുള്ള ആണിക്കുറ്റികളാക്കിയിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു. ആ ആണികൾ അങ്ങ് ഇളക്കുകയാണ്. അതോടുകൂടെ ഭൂമി ആകെ ഇളകാൻ തുടങ്ങി. പിന്നെ ഭൂമി ഇളകും. അതോടുകൂടി ഭൂമി ഇളകും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ പിടിച്ചു കുലുക്കിയിരുന്നു. ഇപ്പം ആരും കുലുക്കാൻ വരൂല. കാരണം എന്താ? ഭൂമി ആണിയോ? ഇങ്ങനെ ഉണ്ടോ ഒരാണി? മുമ്പ് ഖുർആനിലെ കുതിര കയറിയിരുന്നവർ ചോദിച്ചിരുന്നതാ, ഇങ്ങനെ ഉണ്ടോ ഒരാണി? നമ്മളൊക്കെ ആണി അടിക്കുന്നത് കണ്ട് സാധാരണ താഴോട്ട്, അത് മേലോട്ട് ആണി അടിച്ചത് എന്ന് പറഞ്ഞിട്ട് പർവ്വതം ഭൂമിയുടെ ആണിയാണെന്നതിൽ പറഞ്ഞതിനെ പരിഹസിച്ചിരുന്നു. ഇന്ന് പറയൂല. കാരണം എന്താ? ഭൗമശാസ്ത്രപരമായ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്ന കാലഘട്ടമാണ്. ഇന്ന് പർവ്വതത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് പുറത്ത് കാണുന്നതല്ല പർവ്വതം. ഇതിൻ്റെ എത്രയോ ഡബിൾ താഴോട്ട് കൂർത്ത ആകൃതിയിൽ പർവ്വതത്തിന് വലിയ വേരുകളുണ്ട്. അതാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് എന്ന് കണ്ടെത്തി. നോക്ക് നിങ്ങൾ, വൽജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. സംശയിക്കാൻ വകുപ്പില്ല. അപ്പൊ ഏതായാലും ആണി കുറച്ച് വലിപ്പം കൂടിയപ്പോൾ കൊട കുറച്ച് കൂടി എന്നേ ഉള്ളൂ. അത്രേ സംഗതിയുള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ലോകം പുരോഗമിക്കുമ്പോൾ ഖുർആൻ സ്ഥിരപ്പെടും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നടക്കാനുള്ളതാണ്. വൽജിബാലു സുയ്യിറത്ത് വഇദൽ ഇശാറു ഉത്തിരത്, 10 തികഞ്ഞു നിൽക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ, 10 തികഞ്ഞു നിൽക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ. എന്തേ ആ ഒരു പ്രയോഗം തന്നെ നടക്കി 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങൾ? അത് പറയാൻ കാരണം ആ സമയത്താണ് ഒട്ടകത്തിന് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ കിട്ടുക. നമ്മളെ പുരയിലുണ്ടാവും ഉമ്മാരൊക്കെ പ്രസവിക്കാനായ പശുവിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കും. കാരണം ഇന്ന് നാളെ ഓള് പാല് തരും എന്നുള്ള സന്തോഷത്തിലാണ് ആ നടത്തം. നല്ലോണം പരിചരിച്ച് ശുശ്രൂഷിച്ച് ഇങ്ങനെ നടക്കും. അപ്പം ശ്രദ്ധിക്കാത്ത ഒറ്റ ഭക്ഷണത്തിൻ്റെയും മറ്റു പരിചരണത്തിൻ്റെയും ഒന്നും കാര്യം ശ്രദ്ധിക്കാത്ത വീടുകളിലടക്കം ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് 10 തികഞ്ഞു നിൽക്കുന്ന ഈ മൃഗം പ്രസവിക്കാനായിരിക്കുന്നു. നാളെ മറ്റന്നാൾ പ്രസവിക്കും. പക്ഷെ ആ മൃഗത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ വീട്ടിലെ ഉമ്മാമക്ക് സൗകര്യമുണ്ടോ? ഉപ്പക്ക് സൗകര്യമുണ്ടോ? ഇല്ല. എന്തേ കാര്യം? അതിലും വലിയ സംഗതിയാ തലയിൽ കത്തുമ്പോ എന്ത് മലയിൽ കത്തല്. അതിലും വലിയ സംഗതിയാ ലോകത്ത് നടക്കുന്നത്. ലോകം ഒന്ന് അടങ്ങി നിൽക്കണ്ടേ? ലോകം മൊത്തം ഓടുകയാണ്. അപ്പൊ ഇവർക്ക് ഒട്ടകത്തിന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. വഇദൽ ഇശാറു ഉത്തിലത് വഇദൽ വുഹൂഷു ഹുശിറത് വഇദൽ വുഹൂഷു ഹുശിറത്, വന്യമൃഗങ്ങളെ നാട്ടുമൃഗങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, അതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, എല്ലാവരും സമ്മേളിച്ചിട്ടുണ്ടാകും. പരസ്പരം ആക്രമണമില്ലാത്ത രൂപത്തിൽ. വഇദൽ ബിഹാറു സുജ്റത്, സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിൽ അപ്പുറമുള്ള ഒരു സംഗതിയാ പറഞ്ഞത്. വഇദൽ ബിഹാറു സുജ്റത്, ഇന്നെവിടെയോ തീപിടുത്തമുണ്ടായെന്ന് കേട്ടാൽ ഫയർഫോഴ്സ് ഓടിച്ചെന്നതാ. ശരിക്ക് വെള്ളം അടിച്ചിട്ടാണ് അത് അണച്ചു കളയുന്നത്. വെള്ളം കൊണ്ടാണ് ഇന്ന് തീപിടുത്തം അണച്ചു കളയുന്നത്. ആ ഘട്ടത്തിൽ ഇനി ഖിയാമത്ത് നാൾ നടക്കുമ്പോൾ, ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ
അന്ന് വൈദൽ ബിഹാറു സുജ്റത്, കടലുകളായ കടലുകളൊക്കെ പെട്രോളിനേക്കാൾ ശക്തമായി കത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ കടലും തോടുമൊക്കെ കത്തും. പെട്രോൾ എണ്ണപ്പാടത്ത് തീ കൊടുത്തതുപോലെ മൊത്തം കത്തും, കത്തിയിട്ട് വരണ്ടുണങ്ങും. എന്തായിരിക്കും അന്നത്തെ അന്തരീക്ഷത്തിൻ്റെ ഒരവസ്ഥ? അന്നത്തെ ഒരു പുക പടലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മൊത്തം കത്തുക, മൊത്തം കത്തും. H2O ആണ് വെള്ളമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്സീകരണം ഒന്നും കൂടെ ലഭിച്ചാൽ വെള്ളം കത്തും. അല്ലാഹു തആല ചെറിയ ഒരു സംവിധാനമേ നടത്തേണ്ടതുള്ളൂ. വെള്ളം കത്തിയാളും എന്നൊക്കെ ചെറിയൊരു തടസ്സം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അല്ലാഹു തആല വെള്ളത്തെ കത്തിക്കും. പെട്രോളിനേക്കാൾ ശക്തമായിട്ട് വെള്ളം കത്താൻ തുടങ്ങും. കടലുകളൊക്കെ കത്തും. ഇത് നമുക്ക് പറയുമ്പോൾ മോമിനീങ്ങളായ നമുക്കിത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല, നടക്കാനുള്ളതാണ്. നിനക്ക് എന്തേ വേണ്ടതുള്ളൂ? ആ സമയം ആകേണ്ടതേ ഉള്ളൂ. സമയമായാൽ നടക്കുമ്പോൾ അന്ന് ഇതിനെ കുതിര കയറാൻ ഒറ്റ കുട്ടിയും ഉണ്ടാകൂല. ലൈസലി വഖഅതിഹാ കാദിബ. ഇത് നടക്കുമ്പോൾ ഇതിനെ കളവാക്കാൻ പറ്റിയ ഒരൊറ്റ കുട്ടിയും ഒന്നുണ്ടാവില്ല, ഒരു മെമ്പറും ഉണ്ടാവില്ല. അങ്ങനെ പർവ്വതങ്ങളായ വൈദന്നുഫൂസുവിജത്ത് ഓരോ ആളുകളെയും അവർക്ക് പറ്റിയവരോടൊപ്പം ഇണക്കപ്പെട്ടു കഴിഞ്ഞാൽ സാലിഹീങ്ങളെ കൂടെ, കുടിയന്മാരുടെ കൂടെ, അതേ രൂപത്തിൽ ഓരോരുത്തരെയും പ്രവർത്തകന്റെ കൂടെ, ഓരോരുത്തരെയും പറ്റിയവന്റെ കൂടെ ഇണക്കപ്പെട്ടാൽ ഇതാ വൈദന്നുഫൂസുവിജത് എന്ന് പറഞ്ഞതിൻ്റെ ആശയം ഇനി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം. കൂടുതൽ അത് പറയേണ്ടതാണ്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു. കാരണം ഇന്ന് നമുക്കിത് തീരണം. ഖാഫിളത്തുൻ റാഫിയ. അപ്പൊ ശരിക്ക് കണ്ട നിങ്ങൾ എത്ര ഭീതിതമായ രംഗമാണ്. ശരിക്ക് ഖിയാമത്ത് നടന്നതുപോലെ നമുക്ക് തോന്നുന്നില്ലേ ഈ ചിത്രം ഇങ്ങ് വിവരിക്കുമ്പോൾ? അതാ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഖിയാമം കണ്ണുകൊണ്ട് നഗ്നനേത്രം കൊണ്ട് കാണണമെങ്കിൽ സൂറത്തു തക്വീർ പാരായണം ചെയ്തോ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. ഇനി ഖാഫിളത്തുൻ റാഫിയ, ചില ജനങ്ങളെ ഉയർത്തുകയും ചില ജനങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്ന മഹാസംഭവം. ചില ജനങ്ങളെ ഉയർത്തുകയും ചില ജനങ്ങളെ താഴ്ത്തുകയും ചെയ്യുന്ന സംഭവം. ഖാഫിള, ചില ജനങ്ങളെ താഴ്ത്തുന്ന മഹാസംഭവമാണത്. അത് നടക്കുന്നതോടുകൂടെ ചില ജനങ്ങളൊന്നുമല്ലാതെ അതപ്പതിച്ചു പോകും. ചിലരോ മഹാഭാഗ്യവാന്മാരാണ്. അതും പറഞ്ഞെങ്കിലേ തിരിയൂ. മഹാന്മാർ വിശദീകരിച്ചു, ഖാഫിളത്തുൽ ലിയഖ്വാമിൻ റാഫിയത്തുൽ ലിയഖ്വാം. ചില ജനങ്ങളെ താഴ്ത്തുകയും ചില ജനങ്ങളെ പൊക്കുകയും ചെയ്യും. അതേ ഓർഡറിൽ തന്നെ താണ ജനങ്ങളെക്കുറിച്ചും മുന്തിയ ജനങ്ങളെക്കുറിച്ചും അല്ലാഹു പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നന്നായി ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലമാണ് മഹാന്മാർ പറയുന്നത് സൂറത്തുൽ ഗാശിയയുടെ ആദ്യത്തെ വരികൾ. ഹല്ലതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹമിയ തുസ്ഖാ മിൻ ഐനിൻ നാനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ സൂ. സുബ്ഹാനല്ലാഹ്, അത് താണ ജനങ്ങളെക്കുറിച്ചുള്ള അവതരണമാണ്. പിന്നെ ഉജൂഹു യൗമൈദിൻ നാഇമ, ഉയർന്ന ജനങ്ങളെക്കുറിച്ചുള്ള അവതരണമാണ്. അത് രണ്ടും ഒന്നിട്ട് പരിചയപ്പെട്ടാൽ ഖാഫിളത്തുൻ റാഫിയ എന്ന് പറഞ്ഞത് അങ്ങ് തിരിയും. ഖാഫിളത്തുൻ റാഫിയ എന്ന് തിരിയണമെങ്കിൽ അതെങ്കിലും ഒന്ന് ചെറുതായി പറയേണ്ടി വരും. ഖാഫിളത്തുൻ ചില ജനങ്ങളെ താഴ്ത്തുന്ന. അല്ലാഹു പറഞ്ഞു, ഹല്ലതാക ഹദീസുൽ ഗാശിയ, നബിയേ എല്ലാ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന, മൂടി നിൽക്കുന്ന ആ മഹാദുരന്തം നിങ്ങൾ അറിഞ്ഞു. ഹല്ലതാക ഹദീസുൽ ഗാശിയ, സർവ്വ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തത്തെക്കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയില്ല നബിയേ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിലേക്ക് അവതരിക്കുന്ന സമയത്ത് ശരിക്ക് അത് ആവേശത്തോടെ ഉൾക്കൊണ്ടവരാ, അത് ഉൾക്കൊള്ളേണ്ട ഗൗരവത്തോടെ ഉൾക്കൊണ്ടവരാ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് കേൾക്കുകയാണ്, വുജൂഹു യൗമൈദിൻ ഖാശിയ,
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പം അതിന് വല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനനുസരിച്ച് വികാരപ്പെട്ടിരുന്ന അവസരങ്ങളുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോകുകയാണ്. പഴയ കാലത്ത് അങ്ങനെയാ, വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഉമ്മാമമാര് ഖുർആൻ ഇങ്ങനെ ഓതുവായിരുന്നു. ഇന്ന് പോകുമ്പോൾ അങ്ങനെയല്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇൻഷാ അല്ലാഹ് പറയും. ഇന്നത്തെ അവസ്ഥ എന്ത്, പഴയ കാലത്തെ അവസ്ഥ എന്ത്. ഏതാവട്ടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഉമ്മാമ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഹല്ലതാക ഹദീസുൽ ഗാശിയ, നബിയേ, എല്ലാ മുഖങ്ങളെയും ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തം, ആ ദുരന്തത്തിന്റെ സന്തോഷവും ആ ദുരന്തത്തിന്റെ ദുഃഖവും ഒക്കെ വലയം ചെയ്യാത്ത ഒരൊറ്റ ശരീരവും ഉണ്ടാവില്ല. ചിലരെ സന്തോഷമായിരിക്കും, ചിലർക്ക് അത് സമയത്ത് സങ്കടമായിരിക്കും. ഇത് രണ്ടുമുണ്ട്. അത് നബിയെ നിങ്ങൾക്ക് കേട്ടില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ ആ വാർത്ത എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് അതിൽ ആവേശം കൊണ്ട് 2-3 തവണ ആവർത്തിച്ചതോതി. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ. നടന്നു പോകുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉടനെ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടു. ആ ഓത്തിങ്ങനെ കേട്ടപ്പോൾ നബി തങ്ങൾ സഡൻ ബ്രേക്ക് ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ടു. ശ്രദ്ധിച്ച് കേട്ടിട്ട് നബി പറഞ്ഞു, നഅം 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 ഖദ് അതാനി ഖദ് അതാനി ഖദ് അതാനി. അതെ അതെ അതെ, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ ബേജാറിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി. നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പം അതാ തുടക്കം. നബിയെ, നിങ്ങൾക്ക് എല്ലാ മുഖങ്ങളെയും പൊതിഞ്ഞു നിൽക്കുന്ന, ആവരണം ചെയ്തു നിൽക്കുന്ന ആ മഹാദുരന്തത്തെക്കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്ക് ലഭിച്ചില്ലേ? അഥവാ ഉജൂഹുൻ യൗമൈദിൻ ഖാശിയ, അന്നു ചില മുഖങ്ങള് ഖാശിഅത്തുൻ, താഴോട്ട് തലയും തൂക്കിയിട്ട് നേരെ മുഖത്ത് നോക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അന്നവർ വല്ലാത്ത മാനക്കേടിലാണ് ചില മുഖങ്ങൾ, വല്ലാത്ത സങ്കടത്തിലാണ് ചില മുഖങ്ങൾ. ഇവരിങ്ങനെ തലയും താഴ്ത്തി പിടിച്ച് നിൽക്കുകയാണ്, മേലോട്ട് നോക്കാൻ വയ്യ. കാരണം എന്താ? ദുനിയാവിന്ന് കുറേ മുദ്രാവാക്യം വിളിച്ചതാ, കുറേ ലേഖനം എഴുതിയതാ, കുറേ സംവാദം നടത്തിയതാണ്. ഖിയാമുണ്ടാവൂല, പരലോകം ഉണ്ടാവൂല. ഖിയാമുണ്ടായി, പരലോകം ഉണ്ടായി. ഇനി എന്ത് ചെയ്യാനാ? നോക്കുമ്പോൾ പടച്ചവൻ്റെ ശിക്ഷകൾ. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്ന് അവിടെ വാദപ്രതിവാദം നടത്തി തോൽപ്പിച്ച കൂട്ടുകാരൻ വലതുഭാഗത്ത്. അപ്പം അങ്ങോട്ടും നോക്കാൻ വയ്യ, അങ്ങോട്ടും നോക്കാൻ വയ്യ. മാനക്കേട് കൊണ്ട് തലയും താഴ്ത്തി പിടിച്ച് നിൽക്കുകയാണ്. മഹാന്മാർ വിശദീകരിക്കുന്നു, ഉജൂഹു യൗമൈദിൻ ഖാശിയ, അന്ന് ചില മുഖങ്ങൾ നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു നിൽക്കുകയാണ്. ഉജൂഹു യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ. എന്തേ ഇവരിങ്ങനെ മാനക്കേട് സഹിക്കാൻ കഴിയാതെ തലയും തൂക്കിപ്പിടിച്ച് നിൽക്കേണ്ടി വന്നത്? ഇവരൊന്നും ചെയ്യാതെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ കിടന്നുറങ്ങിപ്പോന്നവരാണോ? അല്ല. ആമിലത്തുൻ നാസിബ, ഒരുപാട് ചെയ്തിട്ടുണ്ട്, അധ്വാനിച്ച് ക്ഷീണിച്ചവരാണവർ. ആമിലത്തുൻ നാസിബ, ക്ഷീണിച്ച് അവശരായി അധ്വാനിച്ചവരാണവർ. ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും അല്ലാഹ് ഇഷ്ടപ്പെട്ടതായില്ല എന്നുള്ള ആ വിഷയം അമലിയായല്ല. ദുന്യാവിന് വേണ്ടി മാത്രം ഓടി നടന്നു, പടച്ചറബ് പൊരുത്തുണ്ടായില്ല. ദുന്യാവിന് വേണ്ടി ഓടാൻ പാടില്ല എന്നല്ല, പക്ഷേ പടച്ചറബ് പൊരുത്തപ്പെടാതെ റബ്ബിന്റെ കാര്യങ്ങളൊക്കെ മുടക്കി ദുന്യാവിന് വേണ്ടി ഓടി. അതാ കള്ളു കുടിച്ചു, അതും പണിയാ. വ്യഭിചാരവും പണിയാ. ആമിലത്തുൻ നാസിബ എന്നുള്ളത് മനസ്സിലാകാനാ പറയുന്നത്. വ്യഭിചാരവും പണിയാ, കൊള്ളയും പണിയാ, കവർച്ചയും പണിയാ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഗാനമേളക്ക് വേദിയൊരുക്കലും പണിയാ. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കണം, സർവ്വ കൂത്താട്ടങ്ങളും വിയർത്തൊലിക്കുന്ന പണി തന്നെയാണ്. ആമിലത്തുൻ നാസിബ, ക്ഷീണിച്ചവശരായി അധ്വാനിച്ചവരാണവർ, കഷ്ടപ്പെട്ടവരാണ്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, അവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ വന്ന് കടക്കേണ്ടി വരുന്നു. അവർ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ കടന്നു കത്തുന്നു. തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തിളച്ചുമറിയുന്ന നദിജലത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ സൂറത്തുൽ വാഖിയയിൽ ഇനി വരുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ പറയാം. നാറൻ ഹാമിയ തുസ്ഖാ, 5 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തിളച്ചുമറിയുന്ന നദിജലത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നു. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരി, കള്ളിമുള്ളല്ലാതെ അവർക്ക് ഭക്ഷണം നൽകുന്നില്ല. ആ ചുമറിയുന്ന നദിജലത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നു. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആം, ഭക്ഷണത്തിന്റെ കടുപ്പം എത്രമാത്രം എന്ന് ഫമാലിഊന മിൻഹൽ ബുതൂൻ എന്ന ഭാഗം വരുമ്പോൾ ഞാൻ കേൾപ്പിക്കാം. വളരെ കടുപ്പമുള്ള വിഷയമാണ് ആ ഭക്ഷണം. കള്ളിമുള്ള്, ചുടുവെള്ളം, ഇതൊക്കെ കുടിക്കാനാണ് അവരുടെ വിധി. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരി ലാ യുസ്മിനു വലാ യുഗ്നി മിൻ സൂ, ആ ഭക്ഷണം തടിക്ക് പിടിക്കുന്നതല്ല, വിറ്റാമിനുള്ള ഭക്ഷണമല്ല. വലാ യുഗ്നി മിൻ സൂ, വിശപ്പിന് ശമനം നൽകുന്ന ഭക്ഷണമല്ല, അതൊന്നുമല്ല. സാധാരണ ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെയാണ്. ഒന്നിക്ക് വിശപ്പ് മാറണം, അല്ലെങ്കിൽ ഒന്നിരിക്ക് വയറ് നിറയണം,
അല്ലെങ്കിൽ തിന്നാൻ സ്വാദുണ്ടാവണം, എന്തെങ്കിലും ഒരു കാരണമല്ലാതെ, അല്ലെങ്കിൽ ടേസ്റ്റ് വേണം, തിന്നാനൊരു രുചി, അതൊന്നുമില്ലാത്ത ഭക്ഷണമാണിത്. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ് വുജൂഹുൻ യൗമൈദിൻ നാഇമ. അന്ന് ചില മുഖങ്ങൾ, അതെ, അപ്പൊ ചില മുഖങ്ങൾ ഇങ്ങനെ താണമുഖങ്ങൾ, വളരെ അധപ്പതിച്ച മുഖങ്ങൾ. ഇനി അതേസമയം ചില ജനങ്ങളുടെ അവസ്ഥ എന്താ? വുജൂഹുൻ യൗമൈദിൻ നാഇമ. അന്ന് തന്നെയുണ്ട് നബിയെ ചില മുഖങ്ങള് നാഴിമത്തുൻ, ആ മുഖങ്ങൾ എന്തോ രോമനത്വം നാഴിമത്തുൻ, ആ മുഖങ്ങൾ എന്തോ രോമനത്വം തുളുമ്പുന്ന മുഖങ്ങൾ, മിനുമിനുത്ത മുഖങ്ങൾ, കണ്ടാൽ തന്നെയും നബിയെ അവർ അനുഭവിക്കുന്ന സുഖാഡംബരത്തിന്റെ കടുപ്പം നിങ്ങൾക്ക് അവരുടെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. നോക്കിയാൽ തന്നെ നല്ല സന്തോഷം, മുഖം കണ്ടിട്ട് നല്ല സന്തോഷമാണല്ലോ, ഒരു ടെൻഷനും ഇല്ലല്ലോ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. നല്ല വാർന്നു നിൽക്കുന്ന മുഖം, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടൊരു കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. സംഗതി ശരിയാ, സുഖം ഉണ്ടെങ്കിൽ അത് മുഖത്തറിയും, ദുഃഖം ഉണ്ടെങ്കിലും മുഖത്തറിയും. അപ്പം അതാ ഈ പറഞ്ഞു തഅരിഫു ഫീ വുജൂഹിഹിം നളറത്തൻ നഈം. അപ്പം ശരിക്കും വുജൂഹുൻ യൗമൈദിൻ നാഇമ, നല്ല മിനുമിനുത്ത മുഖങ്ങൾ, മനത്വം തുളുമ്പുന്ന മുഖങ്ങൾ. നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഖുർആനോദി ദീനിനു വേണ്ടി പ്രവർത്തിച്ച് നടന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നമുക്ക് കിട്ടാനുള്ളതാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വുജൂഹുൻ യൗമൈദിൻ നാഇമ ലിസഈഹാ റാളിയ. അവർ നിസ്കരിച്ചതിൽ, അവർ നോമ്പനുഷ്ഠിച്ചതിൽ, അവർ ഖുർആനോദിയതിൽ, അവർ സംഭാവന ചെയ്തതിൽ, അവർ ചെയ്ത അധ്വാനത്തിന്റെ കാര്യത്തിൽ, അവർ അനുഭവിച്ച, അവർ ചെയ്തു പോയ കഷ്ടപ്പെട്ട അധ്വാനത്തിന്റെ കാര്യത്തിൽ അവർ ഇന്ന് സംതൃപ്തരാണ്. അവിടെ ഒരു അനാവശ്യം കേൾക്കാൻ കഴിയില്ല. കുത്തിയൊഴുകുന്ന നദിയുണ്ട് അവിടെ, സ്വർഗീയ ആറുകളുണ്ട് അവിടെ. അവിടെ ഉയർന്നു നിൽക്കുന്ന കുത്തിയൊഴുകുന്ന നദിയുണ്ട് അവിടെ, സ്വർഗീയ ആറുകളുണ്ട് അവിടെ. കട്ടിലുകളുണ്ട്, നിരത്തിവെച്ച കപ്പുകളുണ്ട് വെള്ളം കുടിക്കാൻ. വനമാരിക്കും അണിയണിയായി ഒരുക്കി വച്ചിരിക്കുന്ന തലയിണകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, വളരെ വിശാലമായി വിരിച്ചു വെച്ച കാർപ്പറ്റുകളുണ്ട്, വിരിപ്പുകളുണ്ട്. വസറാബിയ്യു മബ്സൂസ, ഇതൊക്കെ ആരുടേതാ? റാഫിയ, ഒരു വിഭാഗത്തെ അള്ളാഹു ഉയർത്തുമെന്ന് പറഞ്ഞവരുടെ ചിത്ര. നേരത്തെ പറഞ്ഞത് ഹാഫിള, ഒരു വിഭാഗത്തെ അള്ളാഹു താഴ്ത്തുമെന്ന് പറഞ്ഞവരുടെ ചിത്രമാണ്. പഠിച്ചവനെ അവിടെ ചെന്ന് മഹ്ശറാ ലോകത്ത് വളരെ കഷ്ടപ്പെട്ടു, റബ്ബേ നിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിൽ മാനം കെട്ട് തല താഴ്ത്തി നിൽക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനെ. ആണത്തത്തോടെ സന്തോഷത്തോടെ മുഖം നിവർത്തി നിൽക്കാൻ കഴിയും. രുക്കിങ് അവതരിപ്പിക്കുകയാണ് സൂറത്തുൽ വാഖിയയിൽ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്തത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസാ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, അഥവാ സംഭവിക്കേണ്ടത് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ഭൂമി കിടുകിടാ വിറഞ്ഞാ, പർവ്വതങ്ങപ്പെട്ടാൽ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്ങ്ങൾ ഇടിപൊടിയാക്കപ്പെട്ടാൽ. വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുൻബസാ. കണ്ടോ, ഭൂമി ഇളകുന്നു പറയുന്നിടത്തൊക്കെ പർവ്വതങ്ങളുടെ നാശവും കൂടെ പറയൂട്ടോ. അതിന് ഓരോ ആയത്തെടുക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫിക്സ്ഡ് സമയം ഉണ്ടാകുമ്പോൾ അതിന് കുറേ അതിൻ്റേതായ ദോഷവശങ്ങളും സ്വാഭാവികമാണ്. അപ്പോൾ പറയാൻ കഴിയില്ല, ഒരുപാട് ആയത്തുകൾ അത് പറയേണ്ടതാണ്. ഭൂമി ഇളകുന്നു പറഞ്ഞിടത്തൊക്കെ കാണാം പർവ്വതം. ഖിയാമത്ത് നാളിൻ്റെ സംഭവം പറഞ്ഞിടത്തൊക്കെ പർവ്വതം തട്ടി നിരപ്പാക്കും. തകൂനുൽ യൗമ യകൂ അൽ ഖാരിഅതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത പരുത്തി പോലെയായിത്തീരും. അപ്പോഴാ ഫകാനത് ഹബാഅം മുൻബസാ, അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളാകുക. കടഞ്ഞെടുത്ത പരുത്തി പോലെയാകുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പരുത്തികൾ കടഞ്ഞെടുത്ത പരുത്തി പോലെയാകുമെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് പരുത്തികളെ കുറിച്ച് കൂടുതൽ അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയണമെന്നില്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ആ ഉന്നക്കായ വീണ് കിടക്കുന്നു, അവിടെ നിന്നൊരിക്കലും ആ ഉന്നം പറക്കുകയില്ല. ഉന്നക്കായ പൊട്ടിച്ചിട്ടു, എന്നാൽ അത് പറക്കുമോ? ഉന്നക്കായ പൊട്ടിച്ചിട്ടാലും അത് പറക്കുകയില്ല. ശക്തമായ കാറ്റ് വന്നാൽ പറന്നേക്കാം. എന്നാൽ അതിൻ്റെ കുരു, അതിൻ്റെ നാര് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് വെറും പഞ്ഞിയാക്കി വെച്ചാൽ ഒരു കാറ്റ് കാണേണ്ട താമസം നേരിയ തോതിലുള്ള കാറ്റ് കിട്ടിയാൽ മതി, പറക്കും. അപ്പൊ കടഞ്ഞെടുത്ത പരുത്തി പറക്കും പോലെ പറക്കും. വതകൂനുൽ ജിബാലു കൽഗിനിൽ മൻഫൂഷ്. അതാണ് ഫകാനത് ഹബാഅം മുൻബസാ.
അത് അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളായി മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ ലോകം അവസാനിച്ചു. ലോകം അവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനി മറ്റൊരു ലോകം ഉണ്ടാവണം എന്നാണ്. അല്ലെങ്കിൽ ലോകാവസാനത്തിന് അർത്ഥമല്ല. മറ്റൊരു ലോകം ഉണ്ടാവണം, അല്ലെങ്കിൽ ലോകാവസാനത്തിന് അർത്ഥമല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടരായി കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടരായി കഴിഞ്ഞിട്ട് വേറൊരു കൂട്ടർ, മനുഷ്യൻ മരിച്ചാലും ഇങ്ങനെ തുടർന്ന് പോയാൽ മതി. ലോകം അവസാനിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നന്മ തിന്മ ചെയ്തോൽക്കൊക്കെ ഒരു നീതിയുടെ വീടുറപ്പാക്കണം. അതാണ് പരലോകം. അത് അള്ളാഹു പറയേണ്ടതില്ല, അത് വ്യക്തമാണ്. അതുകൊണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നില്ല. പുനരുത്ഥാനം സാങ്കല്പികമായിട്ട് അവിടെ വെച്ചിട്ട് പുനരുത്ഥാനത്തെക്കുറിച്ച് പച്ചയായി പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ പറയുന്നു വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ 3 ഗ്രൂപ്പുകളായി മാറിയാൽ. ആ 3 വിഭാഗം ജനങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ചർച്ച ചെയ്യും.